ആക്ഷേപം, പരിഹാസ്യം, മ്ലേച്ഛം, അശ്ലീലം ആര് പറയുന്നു? ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. ഏതൊരു പ്രതിസന്ധിയുടെയും ആഴം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് മേലാണത് ഉണ്ടാകുന്നത്. അത് യുദ്ധം വന്നാലും എവിടെ എന്ത് സംഭവിച്ചത് എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കണം, സംസാരിക്കാനുള്ള അവസരം. കാരണം സ്ത്രീകൾക്ക് അവസരം ഇല്ലെന്നുള്ളത് നമ്മൾ കാണുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പം സമരം ചെയ്യുന്ന യൂണിയനുകളാണ്. 2 ടേമായി ഇടതുപക്ഷം ഭരിക്കുന്നു. CIT ഒരു സമരങ്ങളേ ഇല്ല. സമരം ചെയ്യേണ്ട ആളുകൾ പ്രധാനമായിട്ടും നമ്മൾ അവരിലാണ് പ്രതീക്ഷിക്കുന്നത്. SUC മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും ആശാ വർക്കർ സംഘടനയുടെ കാഴ്ചപ്പാടും ഒന്നല്ല. ഇത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങളോട് ഇതാണൊരു പുതിയ രാഷ്ട്രീയം. പിന്നെ SDP ജമാഅത്തെ ഇസ്ലാമിയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയാണ്. ഒന്ന് വന്നിരുന്നെങ്കിൽ ആരായിരുന്നു എന്ന് കാണാമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും 18 വർഷമായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. അത് വർദ്ധിപ്പിക്കുന്നത് വഴിയാണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കപ്പെടുന്നത്. കുടയുടെ കൂടെ ഉമ്മയും കൂടെ കൊടുത്തോ എന്ന് ചോദിക്കുന്നത് അത് എന്തുമാത്രം അശ്ലീലവും അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിങ്ങാണ്. നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നില്ല. കേന്ദ്ര സർക്കാരാണ് തരേണ്ടത്. നമുക്കതിനൊരു ചോദ്യമേ ഇല്ല. സംസ്ഥാന സർക്കാരിനെതിരെ കരുതിക്കൂട്ടി നടത്തുന്ന സമരമാണെന്നൊക്കെ പറയുന്നത് പൊളിഞ്ഞ് താഴെ വീഴുന്നതാണ് സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. അവരോട് ആവശ്യപ്പെട്ടതും ചോദിച്ചതുകൊണ്ട് തെളിവല്ലേ. നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? 500 രൂപയിൽ നിന്ന് 10,000 രൂപ ആക്കാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജോലിയുടെ വിവിധ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഒരു ദിവസം 500 അല്ലേ കിട്ടുന്നത്? അപ്പം ഞങ്ങൾ ഒരു ദിവസമല്ല സാർ, ഒരു മാസത്തെയാണ്. പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു അതിശയം. പുള്ളി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് 1000 ആ പോപ്പുലേഷൻ ഒരാശ ചെയ്യാൻ അന്ന് 2000 രൂപ കൊടുത്തിരുന്നെങ്കിൽ അത് മാറി 3 പേർ ചെയ്യേണ്ട പണിക്കും ഒരാളുടെ പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു. നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആശാ വർക്കർമാരല്ല എന്ന ആരോപണമാണ്. അതൊരു ബാലിശമായ വാദമാണ്, ഇരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ ഈ മന്ത്രിയുടെ ചർച്ചയിൽ പോകുമ്പോൾ അവിടെ വാദിക്കുന്നത് ചിത്തരഞ്ജൻ MLA ആണ്. അദ്ദേഹം എപ്പോഴാണ് ആശാ വർക്കറായത്? അദ്ദേഹം ഒരു സ്ത്രീ പോലും അല്ലല്ലോ. ഞങ്ങൾ സമവായ ശ്രമത്തിലെല്ലാം തയ്യാറാണ്. തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് 21,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ഒരു പോയിന്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ എഴുതിയേക്കാൻ നേരത്ത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് റോസമ്മ ചേച്ചി ആശാ വർക്കറാണ്, സീനിയറായ ആളാണ്. റോസമ്മ ചേച്ചി ചോദിച്ചു സർക്കാർ എന്ത് തരും ചോദിച്ചു. അപ്പം മന്ത്രി ചോദിക്കുന്നത് ലേലം വിളിയാണോ? മന്ത്രിക്ക് അറിയില്ല. മന്ത്രിക്ക് തൊഴിൽ സമരങ്ങളെക്കുറിച്ചോ മന്ത്രിക്ക് ആ തൊഴിൽ സമരങ്ങളുടെ സെറ്റിൽമെൻറ്റിനെ കുറിച്ചോ അറിയില്ല. കേരളത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സമരമായിട്ട് ആശാ വർക്കർ സമരം മാറിയിരിക്കുകയാണ്. ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത എന്തായിരുന്നു? കാരണം മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളുടെ ഇതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ ഉണ്ട്, ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെ ശ്രദ്ധയിലുള്ളൊരു സമരമായിരുന്നു വിളപ്പിൽശാല. അത് നേതൃത്വം നൽകിയത് അത് തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയൊരു സമരമാണ്. 12 വർഷക്കാലം മാലിന്യത്തിൽ നിന്ന് അതിനകത്ത് ജീവിച്ചിരുന്ന ജനത അതിനെതിരെ പൊരുതാൻ ഉറച്ചപ്പോൾ അങ്ങനെ ഒരു സമിതി അവിടെ ഉണ്ടായി വന്നു. ആ സമിതിയാണ് നടത്തിയത്. അപ്പം അങ്ങനെ സുപ്രീം കോടതി വരെ പോയ നിയമ പോരാട്ടം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമരത്തോടൊപ്പം തന്നെ ഒരു വശത്ത് സമരവും മറുവശത്ത് നിയമ പോരാട്ടം. 2 തവണ വലിയ പോലീസിൻ്റെ അറ്റാക്കുകൾ അവിടെ ഉണ്ടായതാണ്. അതിനെ അതിജീവിച്ച ആളുകൾ. ഞങ്ങളവിടെ സ്ത്രീകളെ മുൻനിർത്തിയാണ് ആ സമരം നയിച്ചത്. കാരണം ഏതൊരു പ്രതിസന്ധിയുടെയും ആഴം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് മേലാണത് ഉണ്ടാകുന്നത്. അത് യുദ്ധം വന്നാലും എവിടെ എന്ത് സംഭവിച്ചത്. അപ്പോൾ അവിടെയും അതിൻ്റെ ദുരിതങ്ങൾ കൂടുതൽ അനുഭവിച്ച സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെ ആ സമരം വിജയിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ കുറച്ച് ആശാ വർക്കർമാർ ഞങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചിട്ട് ചോദിച്ചു നമുക്ക് എന്തുകൊണ്ട് ആശാ വർക്കർമാർക്കും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു സംഘടന ഉണ്ടാക്കിക്കൂടാ? കാരണം ഈ സമരം അതിനൊരു ഉദാഹരണമാണല്ലോ എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും ശരിയാണെന്ന് തോന്നി. അവരൊപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഒന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനില്ല. കാരണം വളരെ തുച്ഛമാണ് അവരുടെ വേദന. അത് വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാനൊന്നുമില്ലാത്ത ആളുകളെ പൊതുവിൽ ആരും സ്വീകരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് നോക്കിയതാണ്. പക്ഷെ ആ പരിശ്രമം വലിയ ഒരു ആത്മവിശ്വാസമാണ് നൽകിയത്.
കാരണം നമ്മൾ ഇവരെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന വേദനയും വിഷമവും ജീവിതത്തിൽ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രയത്നങ്ങൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് സത്യത്തിൽ. നമ്മളിങ്ങനെ ദരിദ്ര ജനവിഭാഗങ്ങളുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർ ജീവിതത്തിലെടുക്കുന്ന അതിനു വേണ്ടിയിട്ടെടുക്കുന്ന എഫർട്ട് അത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരംഭിച്ചു. തിരുവനന്തപുരത്താണ് അത് ആരംഭിച്ചത്. പിന്നീട് അത് വളരെ പെട്ടെന്ന് തന്നെ മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥയാണ്. ആളുകൾ വളരെ സന്തോഷപൂർവ്വം ഇതിനകത്തേക്ക് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല നമ്മൾ തികച്ചും ജനാധിപത്യം അതിനകത്ത് കാത്തു പുലർത്താൻ അത് ഓരോ സെക്കൻഡിലും ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കണം, സംസാരിക്കാനുള്ള അവസരം. കാരണം സ്ത്രീകൾക്ക് അവസരം ഇല്ലെന്നുള്ളത് നമ്മൾ കാണുകയാണ്. വലിയ പുരോഗമനം പറയുന്ന വീടുകളൊക്കെ ആയിരിക്കും, പക്ഷെ സ്ത്രീകളുടെ അഭിപ്രായത്തിന് വിലയില്ലാത്ത ഭവനങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടങ്ങളിൽ അത് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആശാവർക്കർമാരുമായി ചേർന്നിരുന്നുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് തുടക്കം മുതൽ അത് ഈ നിമിഷം വരെ അങ്ങനെ. അപ്പോൾ ഇന്ന് ഈ 44-ാം ദിവസം ഈ സമരപ്പന്തലിരിക്കുമ്പോൾ നിരാഹാര സമരം 6-ാം ദിവസത്തേക്ക് കിടക്കുന്ന ഈ തീരുമാനം വരെ ആശാവർക്കർമാരുടെ പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉറപ്പാക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി ഈ ഒരു സംഘടന രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വലിയ പ്രതിസന്ധി മറ്റു യൂണിയനിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെന്നുകൊണ്ട് ആളുകളെ ഈ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു. എന്ന് മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല അവരുടെ ജീവിത ദുരിതം അത്രയ്ക്കും വളരെ വലുതായിരുന്നു. മറ്റു യൂണിയനുകൾ നമുക്കറിയാം, അവർ പ്രതിപക്ഷത്തിരിക്കുമ്പം സമരം ചെയ്യുന്ന യൂണിയനുകളാണ്. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം 2 ടേമായി ഇടതുപക്ഷം ഭരിക്കുന്നു. CIT ഒരു സമരങ്ങളേ ഇല്ല. സമരം ചെയ്യേണ്ട ആളുകൾ പ്രധാനമായിട്ടും നമ്മൾ അവരിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് സമരം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു അനുകൂല ഘടകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ നിശബ്ദരായിരിക്കുമ്പോൾ ധാരാളം അന്യായങ്ങൾ വന്നുവിടുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നു കോവിഡ് കൊണ്ടാണ് ആശാവർക്കർ ആരാണെന്ന് പുറം ലോകം അറിഞ്ഞത്. അതെ, പക്ഷേ ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചത് ആശാവർക്കർമാരാണ്. ഞങ്ങൾ ആ സമയത്തെല്ലാം ഞങ്ങൾ സമരത്തിനും പ്രവർത്തനത്തിനുമായിരുന്നു. രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നൊരു ഘട്ടമാണ്. ആശാവർക്കർമാർ ധാരാളം പേര് കോവിഡ് ബാധിതരായി, അവരുടെ കുടുംബാംഗങ്ങൾ കോവിഡ് ബാധിതരായി മരിച്ചു, മാതാപിതാക്കൾ. അതോടൊപ്പം തന്നെ ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടു പല ആളുകൾക്കും. പിന്നെ കോവിഡിൻ്റെ ആളുകളെ പ്രവർത്തിക്കാൻ പോയതിൻ്റെ ഭാഗമായി കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ വരെയുണ്ട്, ഇവിടെയുണ്ട്, ഉദാഹരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകൾ വിളിക്കും, അവരുടെ ആവശ്യങ്ങൾക്ക് വിളിക്കും. അപ്പോൾ എപ്പോഴും ഫോണിലാണ്. അതുകൊണ്ട് ആരോടാണ് സംസാരിക്കുന്നത് എന്ന നിലയിൽ സംശയത്തിൻ്റെ മുന വളരെ വലിയതാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുടുംബജീവിതം തന്നെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. കോവിഡ് സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടക്കുന്നത് വരെയുള്ള സമയത്ത് ആശാവർക്കറാണ് കൂടെ. പക്ഷേ യാതൊരു PPE കിറ്റും ഇല്ല എന്നുള്ളതാണ്. ആശാവർക്കർക്കൊരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇല്ല, അതുമില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വളരെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയും മൂവ്മെൻ്റ് ആക്കി മാറ്റുകയും അധികാരികളിൽ നിന്ന് അത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയൊക്കെ ചെയ്തു. അത് ആശാവർക്കർമാരിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ സ്ഥിരമായി 7000 രൂപ കൊടുക്കുന്നു എന്ന മട്ടിലാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമരത്തിന് വന്നതിന് ശേഷമാണ് കുടിശ്ശിക തീർത്തു കൊടുത്തത്. അതുവരെ പക്ഷെ എവിടെയും ആരും പറയുന്നില്ല. കോവിഡ് സമയത്തും 4 മാസം 5 മാസം അത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ ഈ 7000 രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഇപ്പൊ ഈ 2014 ശേഷമുള്ള ചില വർഷങ്ങളിൽ കൂട്ടിയിട്ടില്ല, ചില വർഷങ്ങളിൽ 500 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ 2000 രൂപ കൂട്ടിയിട്ടുണ്ട്, പിന്നെ 1000 രൂപ, അങ്ങനെയുള്ള ക്രമാനുഗതമായിട്ടുള്ള വർധനവാണ്. പക്ഷെ ഈ വർധനവ് മുഴുവനും സ്വമേധയാ നടത്തിയതാണോ സമരങ്ങളുടെ ഭാഗമായിട്ട് മാത്രം? ഒരിക്കലും സ്വമേധയാ നടത്തി വലിയ സമരങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ നടത്തിയ വലിയ പങ്കാളിത്തത്തിന് അപ്പുറത്തുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പല സമരങ്ങൾക്കും ഇവിടെ കാണാത്തത്രയും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇത് വളരെ പ്രത്യേകത. കാരണം പ്രതിരോധിക്കാനോ സമരം ചെയ്യാനോ ഉള്ള അവകാശമില്ല. അതിരാവിലെ തുടങ്ങുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിന് സ്വന്തം PHSകളിൽ നിന്നൊരു വാഹനം പുറത്തേക്ക് പോയാൽ അതിൽ പോലും ആശാവർക്കർമാരെ കയറ്റില്ല. നമ്മൾ ഓർക്കണം, ഒരേ ഫീൽഡിലേക്ക് പോകുന്ന ആളുകളാണ്. പക്ഷേ ആശാവർക്കർമാരെ കയറ്റില്ല. ഞങ്ങളിതൊക്കെ ഓഫീസിലിരിക്കാൻ സ്ഥലമില്ല. അവരുടെ PHSകളിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പം വികസനം എന്ന് പറഞ്ഞാൽ നിർമ്മാണങ്ങളാണല്ലോ, കെട്ടിടങ്ങളുടെ നിർമ്മാണം. അതെ. അപ്പോൾ ആശുപത്രികളിൽ ധാരാളം മുറികൾ പണിയുക, ടൈലിളക്കുക, പുതിയത് പണിയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർക്ക് കിടക്കുന്നു.
പക്ഷെ ആശാവർക്കർമാർ ഫീൽഡിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഇരിക്കാനൊരു പൊതു സ്ഥലമില്ല, അവർക്കൊരു റൂമില്ല. അപ്പോൾ ഒരു റെസ്റ്റ് റൂം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എത്ര കാലമായിട്ട് ആവശ്യപ്പെടുന്നു. കോവിഡ് സമയത്ത് നമുക്കത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യണം. കാരണം ഫീൽഡിൽ പോകുന്നത് ഇവരാണ്. തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ജീവനക്കാരടക്കം ഒന്ന് അകലം പാലിക്കുക, ആശുപത്രിയിൽ ജീവനക്കാരടക്കം. കാരണം ഇവർ കോവിഡ് പരത്തുന്ന ആളുകളാണ് എന്ന നിലയിൽ അതൊക്കെ വലിയ വേദന ഉണ്ടാക്കിയ വിഷയങ്ങളാണ്. അതൊക്കെ കൂടുതൽ കരുത്താർജിക്കാൻ ആശാവർക്കർമാരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവരെല്ലാം ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണ്. വീടിനുള്ളിൽ വളരെ പാവപ്പെട്ട സ്ത്രീകളാണെങ്കിലും ഫീൽഡിൽ ഒറ്റയ്ക്ക് പോയി പ്രവർത്തിക്കേണ്ടതാണ്. കാരണം കൂട്ടില്ല. അപ്പൊ അതൊരു ധൈര്യം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെന്നറിയാത്ത വീട്ടിലേക്ക് കയറി ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് തിരിച്ചു പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒരു വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അത്രയും സമയം അവിടെ നിന്ന് അതൊരു പരിശീലനം തന്നെയാണ്. അത് ഞങ്ങൾ ഈ സമരമുഖത്ത് വ്യക്തമായി കാണുന്നു. മറ്റൊരു സമരത്തിന് ഇത്രയും ദിവസം അതിജീവിക്കാൻ പറ്റാതെ പോകുന്നതും ഈ സമരത്തിന് പറ്റുന്നതും അങ്ങനെ കിട്ടിയൊരു കരുത്തുണ്ട്, ഫീൽഡിൽ നിന്ന് കിട്ടിയൊരു കരുത്തുണ്ട്. അത് ഈ സമരത്തിനും സംഘടനയ്ക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരു മൂവ്മെന്റോ ഒരു സമരമോ ഒരു കൂട്ടായ്മയോ പോലും സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനകത്ത് നിന്നാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ട് ഒരു മൂവ്മെന്റ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനെ അവർ നേരിടുന്നത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയാണ് എന്നുള്ള രീതിയിലാണ്. അതും നിരോധിത സംഘടനയല്ല, അല്ലാത്ത സംഘടനകളല്ല. പക്ഷെ അതിനകത്തൊരു വാസ്തവമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ SUC ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയല്ല. അതിനെ കുറിച്ച് നിരന്തരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സൂസി എന്ന് പറഞ്ഞിട്ടും SUCIയുടെ സംഘടനയാണെന്നും അത് BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെ ഉന്നയിക്കുന്നത്. അതിന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? ഞാൻ SUCIയുടെ ഒരു സജീവ പ്രവർത്തകയാണ്. കഴിഞ്ഞ 28 വർഷമായി SUCIയുടെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ ഒരാളാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗങ്ങളോട് ചേർന്നാണ് പ്രവർത്തനം. ഞങ്ങൾ എപ്പോഴും ഏറ്റവും ദരിദ്രമായ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ, കോളനികളിലാണ് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. ഞങ്ങൾ അങ്ങോട്ട് തേടിപ്പോകുന്ന സ്ഥലങ്ങൾക്ക് പകരം ആളുകൾ ഇങ്ങോട്ട് തേടി വരികയാണ്. ഞങ്ങളുടെ വിഷയം നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റുന്ന ഇടങ്ങളായിട്ടാണ്. പക്ഷേ ഒരു കാഴ്ചപ്പാടുണ്ട്. SUCI മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും ആശാവർക്കർ സംഘടനയുടെ കാഴ്ചപ്പാടും ഒന്നല്ല. ഇത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഞങ്ങൾ ഇതാണൊരു പുതിയ രാഷ്ട്രീയം. ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസമുള്ളവരും പ്രവർത്തകരുമായിരിക്കുമ്പോൾ തന്നെ പൊതുവിഷയത്തിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് തോന്നുന്നത് ഒരു പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഒരു നിലപാടാണ്. ആ നിലപാടാണ് ഞങ്ങൾ ഇതുവഴി ഉയർത്തിപ്പിടിക്കുന്നത്. ആ നിലപാടിന് വളരെ വലിയ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് അരാഷ്ട്രീയവാദികളെന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾക്കുള്ളത് ഇതൊരു പുതിയ രാഷ്ട്രീയമാണ്. അപ്പം ലോകം മുഴുവൻ വലിയ മാറ്റങ്ങളിലാണ്. ദരിദ്ര ജനവിഭാഗങ്ങൾ അങ്ങേറ്റം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു അവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി. അവിടെ മതവും രാഷ്ട്രീയവും അവരുടെ മറ്റ് വിശ്വാസങ്ങളും അതിന് തടസ്സമാകരുത് എന്ന നിലയിൽ യോജിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ന്യൂക്ലിയസ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ സ്വീകാര്യത. ഇന്നിപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് വളരെ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരിലൂടെ മാത്രമേ കാര്യങ്ങൾ പോകാവൂ. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടക്കൂട്, ചിട്ടവട്ടം, ഇതിനൊക്കെയാണ് പൊളിച്ചിരിക്കുന്നത്. കാരണം ആ ചട്ടക്കൂടും ചിട്ടയും ഉണ്ടാക്കുന്ന കാലമല്ല ഇന്ന്. കാലം മാറി. കാലത്തിനനുസരിച്ച് കൂടുതൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും. അതില്ല. ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് മറ്റ് യൂണിയനിലെ ആളുകൾ, നേതാക്കൾ ഇവരോട് വളരെ പരുഷമായി പെരുമാറുന്നുണ്ട്. അവരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല, നിങ്ങൾ മെമ്പർഷിപ്പ് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭാവന തന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി നിർത്തുക. ഇവിടെ ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങളുടെ സമരങ്ങൾക്ക് വരുന്നവർക്ക് ഞങ്ങൾ എപ്പോഴും പറയും 50 രൂപ സമര ഫണ്ടിലേക്ക്, ആ പർട്ടിക്കുലർ പരിപാടിയിലേക്ക് തരാൻ കഴിയാത്ത ആളുകളുണ്ട്. പലപ്പോഴും നമുക്ക് വണ്ടിക്കൂലി കൊടുത്ത് വിടേണ്ടി വരും. കാരണം 4 മാസം ഓണറേറിയം ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഒരു വാഹനത്തിന് പോലും ഇടാൻ പറ്റുന്നത്? അപ്പോൾ അതുണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പരിചയക്കാരിൽ നിന്ന് അവർക്ക് വാഹനത്തിനുള്ള പണം അടക്കം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവർ ഇവിടെ സമരത്തിന് വരാൻ പറ്റുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരിൽ നിന്ന് ആർക്കും ഒന്നും കിട്ടാനില്ല. അത് വളരെ യാഥാർത്ഥ്യമുള്ളതാണ്. ഈ ആശാവർ ഇപ്പം നമ്മൾ 43 ദിവസമായിട്ട് നടന്നു.
ഓരോ ആശാവർക്കർക്കും എത്ര രൂപ ഈ സമരത്തിലേക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ വളരെ തുച്ഛമാണ്. അത് പക്ഷേ ഇവിടെ ഒരു വിഷയമല്ല. ഞങ്ങളിവിടെ 3 നേരം ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നുണ്ട്, കിടക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റെല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. ഇത് ഞങ്ങൾ മറ്റ് റിസോഴ്സുകൾ കണ്ടെത്തുകയാണ് ഇവരെ നിലനിർത്താൻ. കാരണം സമരം അവിടെ നമുക്ക് ക്ലാരിറ്റി വരുത്തിയിട്ട് പോകുന്നത് BJP സ്പോൺസർ ചെയ്യുന്ന സമരമാണെന്നുള്ള ഒരാരോപണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും സ്പോൺസർ ചെയ്യുന്ന സമരമാണ് എന്ന് പലതരം നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. നമ്മുടെ സാമ്പത്തിക ഇപ്പൊ ഒരു സമരത്തിന് മുന്നോട്ട് ഇത്രയും സ്ത്രീകളെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നും കൂടെ നമുക്ക് പറയാഞ്ഞിട്ട് പോകാം. ഞങ്ങൾ ഈ ജനുവരി 25-ാം തീയതിയാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കുന്നത്. ഈ രാപ്പകൽ സമരം കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ നിരന്തരം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞത് ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. ഇത് ഞങ്ങളാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അന്ന് CITU IUNDC ചോദിച്ചു അതെങ്ങനെയാണ് വോളണ്ടിയർ ആയിരിക്കുന്ന ആളുകൾ. അപ്പം ഞങ്ങൾ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഒരു തൊഴിലിൽ സ്ഥിര സ്വഭാവത്തിൽ സ്ഥിരമായി പണിയെടുക്കുകയാണ്. കാരണം അത് രൂപീകരിക്കപ്പെട്ട കാലത്ത് അതിനെന്തുണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് കാലം കടന്നു പോവുകയും അതിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കണം. അതാണ് വേണ്ടുന്നത്. അപ്പോൾ ആ ആവശ്യം ഞങ്ങൾ വെച്ച് മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ CITU IUNDC അടക്കമുള്ള യൂണിയനുകൾ ആ ഡിമാൻഡിലേക്ക് വന്നത് ആ ഡിമാൻഡിലേക്ക് വരികയാണ്. അപ്പോൾ അതാണ് ശരി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ആ ഡിമാൻഡ് പോയിന്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ സാമ്പത്തികം നേരത്തെ പറഞ്ഞു വളരെ പരിമിതമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. കാരണം 62 വയസ്സിൽ ആശാ വർക്കർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ട് 2 വർഷം പിന്നിടുകയാണ്. മന്ത്രി ഏകപക്ഷീയമായിട്ട് ഇട്ടിരിക്കുന്ന ഉത്തരവാണ്. ഞങ്ങളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചു, തൊഴിലാളി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഞങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിന് വിരുദ്ധമായ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ആദ്യം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം, അതിനുശേഷം പ്രായം തീരുമാനിക്കാം. കാരണം ഇതിന് വരുമ്പോൾ ഇത് തുടങ്ങുമ്പോൾ പ്രായം തീരുമാനിച്ചിട്ടില്ലാണ്. വോളണ്ടിയറാണ്, നിശ്ചിത പ്രായപരിധിയില്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രവർത്തിക്കാം. അപ്പോൾ അതിന്റെ സ്വഭാവം മാറി. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളും പ്രായം നിശ്ചയിച്ചുകൂടാൻ ഇങ്ങനെ നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഡിമാൻഡ് വെച്ചു. ആദ്യം ആനുകൂല്യം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് പ്രായം ചർച്ച ചെയ്യാം. പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞ 3-ാം ദിവസം പ്രായം നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. 62 വയസ്സ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കാസർഗോഡുള്ള ഒരു ആശാവർക്കറെ പിരിച്ചു ഉത്തരവ്. ഞങ്ങൾ ഉടനെ തന്നെ CITUവിന്റെ ആളായിരുന്നു, പക്ഷെ അവർ ഏറ്റെടുത്തിട്ടാണ്. അവർ ഇതിന് അനുകൂലമാണെന്നുള്ളത് ഏറ്റെടുത്തില്ല. അത് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങൾ അതുമായി സ്വമേധയാ വന്നതാണോ? അവര് കാസർഗോഡുള്ള നമ്മുടെ ആശാവർക്കർമാരുമായി എങ്ങനെയോ ബന്ധപ്പെട്ടു. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾ അത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അതുമായി ഞങ്ങൾ മന്ത്രി വീണ ജോർജിനെ കണ്ടു. ഞങ്ങൾ ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു അവർ CITU പ്രവർത്തകയാണ്. അപ്പോൾ വീണ ജോർജ് മന്ത്രി പറഞ്ഞു അത് മരവിപ്പിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാഡം അങ്ങനെയല്ല, ചില പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നവുമില്ല, ആ ഓർഡർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, എങ്ങുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പിരിച്ചുവിട്ട ഉത്തരവ് കയ്യിൽ കൊടുത്തു. അപ്പോൾ മന്ത്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അപ്പം തന്നെ വേണ്ട നടപടി ചെയ്യാന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ അവർ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തു. അപ്പോൾ ഇത് ഞങ്ങളിലുണ്ട്. കാരണം ഫ്രീസ് എന്ന് പറയുമ്പോഴും നടപടി നടക്കും. കേരളത്തിൽ 62 വയസ്സായ കുറച്ചധികം ആളുകളുണ്ട്. ഇതൊരു വലിയൊരു ഭീഷണിയാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ജനുവരി 25-ന് 2025 ജനുവരി 25-ന് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ അത് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഇത് പരിഗണിക്കുന്നില്ലെങ്കിൽ ഒരു രാപ്പകൽ സമരത്തിലേക്ക് പോകണം എന്നത് ഞങ്ങൾ അന്നേ പ്രഖ്യാപിച്ചു. ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ 7-ാം തീയതി ബഡ്ജറ്റ് വരുന്നു. 8ഉം 9ഉം അന്നത്തേക്ക് ഒരു വാക്ക് പോലും ഇല്ല. 8, 9 തീയതികൾ അവധി ദിവസങ്ങളാണ്. ഞങ്ങൾ 10-ാം തീയതി രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഈ ഡിമാൻഡ് വെച്ച് മുന്നോട്ട് പോകാം. പിന്നെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയാണ്. ഒന്ന് വന്നിരുന്നെങ്കിൽ ആരായിരുന്നു എന്ന് കാണാമായിരുന്നു. അവരെ ഇതാരാണ് ഇത്രയും വലിയ ആളുകൾ ഞങ്ങളെ പിന്തുണയ്ക്കാതെ. മഴവിൽ സഖ്യം എന്ന് പറയുന്നുണ്ട്. അതെ, അവരെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ BJPയുടെ കാര്യം പറയുന്നത്, BJPയുടെ നേതാക്കളിവിടെ വന്നിരുന്നു. മുരളീധരൻ V മുരളീധരൻ വന്നു. അവരുടെ മറ്റു നേതാക്കൾ വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് വന്നു. അതിലും ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സുരേഷ് ഗോപിന്റെ വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നൊരു ആരോപണം പുള്ളി ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന മുഴുവൻ ആളുകളോട് എടുത്ത സമീപനം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായ സമീപനം. സമരം ചെയ്യുന്ന ആളുകൾക്ക് ആരൊക്കെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കം മുതലേ പ്രഖ്യാപിച്ചു ഈ സമരപ്പന്തലിൽ ആര് വന്ന് പിന്തുണർപ്പിച്ചാലും നമ്മൾ സ്വീകരിക്കും. അതാണ് നിലപാട്. പക്ഷെ അവരോട് നമ്മളുടെ നിലപാട് നമ്മൾ പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് വി മുരളീധരനെ പോലുള്ള ആളുകൾ ഇവിടെ ആദ്യം വരുമ്പോൾ തന്നെ അവർ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആമുഖമായി പലപ്പോഴും ഞാൻ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്, സർ ഞങ്ങൾ പിന്തുണ സ്വീകരിക്കും, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും 18 വർഷമായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. അതായത് വേരിയബിൾ ഇൻസെൻറ്റീവ്, ഓരോ ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 18 വർഷമായിട്ട് നിലനിൽക്കുകയാണ്. അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കുന്നത് വഴിയാണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കപ്പെടുന്നത്. കാരണം ഞങ്ങളുടെ ഒരു 1000 വനിതകൾ ഇരിക്കുന്നു. അന്ന് ആ തുടക്കത്തിൽ ഏതാണ്ട് 1000-ഓളം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. 1000-ഓളം ആളുകൾ ഇരിക്കുന്നു, മൈക്കുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ വരുന്ന ആളുകളെല്ലാം വന്ന് സംസാരിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. അതല്ല എന്ന് പറഞ്ഞു. അവർ വളരെ അത് സീരിയസ് ആയി കേട്ടു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രി ഇവിടെ വന്നു, അപ്പോഴും ഞങ്ങളത് പറഞ്ഞു. അദ്ദേഹവും അത് തന്നെ സംസാരിച്ചു പോയി. അതിനപ്പുറത്തേക്ക് അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴും കേന്ദ്രമന്ത്രി വന്നു പോയതിന് ശേഷം അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം അദ്ദേഹം രണ്ടാമത് വരുമ്പോൾ ഞങ്ങൾ പെരുമഴയത്ത് നിൽക്കുകയാണ്. രാത്രി 1:30 മണിക്ക് മഴ പെയ്തു. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ടാർപോളിനെടുത്ത് കയ്യെ പിടിച്ചു, പോലീസ് വന്ന് അടുപ്പിച്ചു. പിന്നെ മുഴുവൻ മഴയിൽ നിന്ന് നനയാണ്. അതൊന്നൊരു പ്രളയ സമാനമായ മഴയാണെന്ന് ഓർക്കുക. അത്ര ഭീകരമായ, തിരുവനന്തപുരത്ത് മാത്രം ഉണ്ടായിരുന്നത് മഴ. അപ്പോൾ രാവിലെ 11:45 സുരേഷ് ഗോപി. അദ്ദേഹം വരുമ്പം ഞങ്ങൾ കുറച്ച് രാവിലെ, ഞായറാഴ്ചയാണ്, കടയില്ല. ഞങ്ങൾ പക്ഷേ ഒരു സുഹൃത്തിൻ്റെ കട തുറപ്പിച്ച് കുറച്ച് റെയിൻകോട്ട് വാങ്ങി ആ കടയിൽ ഉണ്ടായിരുന്നതൊക്കെ വാങ്ങി ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഈ മഴ കണ്ടിട്ടും ഇത്രയും സ്ത്രീകൾ നിൽക്കുന്നുണ്ടിട്ട് നമ്മുടെ ആശാവർക്കർമാർ വീടുകളിൽ നിന്ന് രാവിലെ ഇറങ്ങി വരിക, അവർക്ക് അവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല, അവരെങ്ങനെ വരിക? അപ്പോൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ സുരേഷ് ഇപ്പോൾ കാണുന്നത് മഴയത്ത് നനഞ്ഞു നിൽക്കും. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ കുടയോ കോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ കുറച്ചിങ്ങനെ മേടിച്ചു. കടകളിൽ നിന്ന് സൺഡേ ആയതുകൊണ്ട് കടകളില്ല, പക്ഷെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സുഹൃത്തിൻ്റെ കടയൊക്കെ തുറന്ന് മേടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ പോയി നിങ്ങൾ നോക്കൂ, ഞാൻ പൈസ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മേടിച്ചോളാം. അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ് അപ്പോൾ വന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ കളറോ ഒരു മന്ത്രിയുടെ എന്തെങ്കിലും ആരവത്തോടുകൂടില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്ന ഏതൊരാളെ പോലെയും വന്നു. അപ്പം ഞങ്ങളെ നിഷേധിച്ചില്ല, ശരി ആയിക്കോട്ടെ. 10 മിനിറ്റ് കഴിയപ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കുട കൊടുത്തിട്ട് പോകണേ, കുടയും കോട്ടുമായിട്ട് കൊടുത്തു. ഞാൻ സത്യത്തിൽ ഇതൊന്നും കാണുന്നില്ല. അദ്ദേഹം ഡിക്കി തുറന്ന് ഇവിടെ വാരി വിതറുന്നത് കണ്ടു, ആളുകൾ ഓടിപ്പോയി വാങ്ങുന്നു, ഒക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചുള്ള പരാമർശം വന്നപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം കുടയുടെ കൂടെ ഉമ്മയും കൂടെ കൊടുത്തോ എന്ന് ചോദിക്കുന്നത് അത് എന്തുമാത്രം അശ്ലീലവും അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിങ്ങായിരുന്നു. അത് ആശാവർക്കർമാർ പറഞ്ഞു, ഇത് വെറുതെ ഇവിടെ. കാരണം നേതാക്കളെ അധിക്ഷേപിക്കുന്നു, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, പലതരം പ്രയോഗങ്ങൾ നടത്തുന്നു. അതൊക്കെ വരുമ്പോൾ ഓരോ തവണയും മാധ്യമപ്രവർത്തകർക്കും മിനി എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, അത് അവരുടെ സ്വഭാവം വെളിപ്പെടുത്തും. കാരണം പറയുന്ന ആളുകളുടെ വ്യക്തിത്വമാണല്ലോ, വിട്ടു. പക്ഷേ സമരപന്തലിൽ വന്നൊരു വ്യക്തിയെ സ്ത്രീകളുമായിട്ട് ചേർന്ന് അധിക്ഷേപിക്കുന്നു, പറയുന്ന ആളുകളോടൊപ്പം സ്ത്രീകൾ നിൽക്കുന്നു. ഞങ്ങൾ ഈ സമരപന്തലിൽ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, ഇത് കേസ് കൊടുക്കണം. ഞങ്ങൾ വനിതാ കമ്മീഷൻ പരാതി ഒന്നും നടക്കില്ലെന്നറിയാം. പക്ഷേ ഇനി എങ്ങാനും വല്ലതും നടന്നാലോ, കാരണം അവർക്കും ഒരു അവസരം കൊടുക്കണ്ടേ, അതുകൊണ്ട് പോയി പരാതി കൊടുത്തു. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു വഴി ഒരു വക്കീൽ നോട്ടീസും അയച്ചു. ഇന്നേ ദിവസം വരെ ഒരു നടപടിയില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പം BJPയുടെ പിന്തുണയിലാണ്, അല്ലെങ്കിൽ BMSന്റെ സ്പോൺസർ എന്നത് വിഷയങ്ങളെ വളച്ചൊടിക്കാൻ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം അതിനകത്തില്ല. ഈ സുരേഷ് ഗോപിയെ നമ്മൾ വീട്ടിൽ പോയി ക്ഷണിച്ചിരുന്നു. അത് സമരസമിതി അല്ല ക്ഷണിച്ചത്. ഞങ്ങൾ ഫെബ്രുവരി 10 ഇവിടെ സമരപ്പന്തൽ വരുമ്പോൾ തന്നെ വന്ന് സമരം തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് എപ്പോൾ തീരും? കാരണം സമരം ചെയ്ത് ശീലമില്ലാത്ത ആളുകളാണ്. കാരണം CI2 നടത്തുന്ന സമരം ഞാൻ 1.5 ദിവസം ആകുമ്പോൾ രാപ്പകൽ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ച് പോയ ശീലമേ ഉള്ളൂ, അങ്ങനെയുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആശാവർക്ക് മനസ്സിലാക്കും നമ്മൾ എത്ര ദിവസം ഇരിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞറിയില്ല, ഗവൺമെൻറ് വിളിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു അനിശ്ചിതമായ കാര്യമാണ്. അപ്പം നമ്മുടെ ആശാവർക്കർമാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നേതാക്കളെ വിളിക്കാം, തീർച്ചയായിട്ടും വിളിക്കണം. അപ്പോൾ ഓരോ ആളുകൾ, അതായത് അവരവരുടെ പലതരം രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകൾ അവരവരുടെ നേതാക്കളെ വിളിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ബന്ധങ്ങൾ വെച്ച് അവരുടെ മണ്ഡലം പ്രസിഡന്റ് അതുപോലുള്ള ആളുകളെ ഓരോ പാർട്ടിയുടെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിയുടെ ആളുകൾ ഇവിടെ വരികയും പിന്തുണ അർപ്പിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് 2 ആശാവർക്കർമാർ ചേർന്ന് സുരേഷ് ഗോപിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട്, ചേച്ചി ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, സുരേഷ് ഗോപിയെ വിളിക്കണം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അവർ വീട്ടിൽ പോയി ക്ഷണിച്ചു. ചെല്ലുമ്പോൾ സുരേഷ് ഗോപി ചോദിക്കുന്ന മെമ്മോറാണ്ടം ഉണ്ടോ? ഇവരുടെ കയ്യിലില്ല. അപ്പോൾ ഡിമാൻഡുകളോ കൃത്യമായി എഴുതി ഒരു വെള്ള പേപ്പർ എഴുതി അവിടെ കൊടുക്കുന്നു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ എന്നൊന്നും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ടാർഗറ്റ് ചെയ്ത്, കൂടുതൽ പിൻ പോയിന്റ് ചെയ്ത്
ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനാണ് എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചു. എന്താ കുഴപ്പമുണ്ടോ? നമ്മളോടുള്ള ആരോപണം എന്തായിരുന്നു? നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നില്ല, കേന്ദ്ര സർക്കാരാണ് തരേണ്ടത്, നമുക്കതിനൊരു ചോദ്യമേ ഇല്ല, സംസ്ഥാന സർക്കാരിനെതിരെ വളരെ കരുതിക്കൂട്ടി നടത്തുന്ന സമരമാണെന്നൊക്കെ പറയുന്നത് പൊളിഞ്ഞു താഴെ വീഴുന്നതാണ് സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. അവരോട് ആവശ്യപ്പെട്ടതും ചോദിച്ചതുകൊണ്ട് തെളിവല്ലേ? അപ്പം അതിനെ അങ്ങനെ എടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ഈ സമരം നിലനിർത്തുന്നു പോകണമെങ്കിലുള്ള ഒരു സാമ്പത്തിക, തീർച്ചയായിട്ടും സാമ്പത്തിക വിഷയം. ആ സാമ്പത്തിക വിഷയത്തിൽ ഞങ്ങൾ തുടക്കത്തിൽ ആശാവർക്കർമാരിൽ നിന്ന് 100 രൂപ ഞങ്ങൾ കളക്ട് ചെയ്തു. 100 രൂപ കൂടുതൽ ചോദിക്കാനായിട്ടില്ല. ആ 100 രൂപ തന്നത് വളരെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് 100 രൂപ തന്നത്. ബാക്കി ഒരാൾ തന്നത് ഞങ്ങളുടെ മറ്റു റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് PK സദാനന്ദൻ സാറ് AIUTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ യൂണിയനാണ് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം തുടക്കത്തിൽ തന്ന് സഹായിച്ചത്. ഞങ്ങൾ അതുമായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങി ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ പിന്തുണച്ച് വരുന്ന ആളുകൾ ചെറിയ ചെറിയ സംഭാവനകൾ ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങൾ കൃത്യമായി രസീത് എഴുതി കൊടുത്ത് തന്നെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഒരു 17 ദിവസം കഴിയുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക വന്നു ആശാവർക്കർ. അപ്പോൾ ആശാവർക്കർമാർ അവർക്ക് സ്വമേധയാ തരാൻ പറ്റുന്ന ഒരു സംഭാവന നിരക്ക് ഒരാൾ 200 രൂപ വെച്ചും, ചില ആളുകൾ 250, ചില ആളുകൾ വ്യക്തിപരമായി 500 രൂപ വെച്ചൊക്കെ തന്ന ആളുണ്ട്. ആ സാമ്പത്തികമാണ് ഞങ്ങളുടെ അടിസ്ഥാന ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ കൂടുതൽ ആളുകൾ, ഇവിടെ പിന്തുണയുമായി വരുന്ന ആളുകൾ ആശാവർക്കർമാർക്ക് സാമ്പത്തിക പരാധീനതയുണ്ട് എന്നത് കണ്ടുകൊണ്ട് അവർ കൂടുതൽ സഹായിക്കാൻ സംഭാവന തരുന്നുണ്ട്. ചില ആളുകൾ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഞങ്ങളത് എടുത്തിട്ടില്ല. കാരണം നമുക്ക് അത്ര അങ്ങനെയുള്ളൊരു വലിയ സാമ്പത്തികം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊരു പ്രതിസന്ധി വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞത് നിലനിർത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ. ഇനി സമരത്തിന്റെ ആവശ്യം ഒരുപാട് പറഞ്ഞു, ഈ 43 ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്നാലും ഞാൻ ചോദിക്കാം, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്, ഇവ തമ്മിലുള്ള ഡിവിഷൻ എന്താണ്? ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ രംഗത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, കേന്ദ്രമാണിത് പൂർണ്ണമായിട്ടും ഓണറേറിയവും ഇൻസെന്റീവും നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് ഒരു റോളുമില്ല എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഓണറേറിയം മുഴുവൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകളാണ്. അപ്പോൾ അതെങ്ങനെ സാധ്യമായി എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ 7000 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ളത് സംസ്ഥാന സർക്കാരാണല്ലോ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിന് ഇങ്ങനെ ഒരു പറ്റില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ള ബേസിക് ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കൃത്യം റോൾ എന്താണ്, സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താണ്, ഈ ഓണറേറിയത്തിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും റോളുണ്ടോ? ഇതിനകത്ത് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അവർ നൽകിയ നിശ്ചിതമായ ജോലികളാണ് ഉണ്ടായിരുന്നത്. ജോലി എന്ന് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ സന്നദ്ധ സേവനത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് താല്പര്യമുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അത് കൂടാതെ അതിനാണ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലക്ഷദ്വീപിൽ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. അവിടെ ഓണറേറിയം കൊടുക്കാൻ ഒരു സംസ്ഥാനം ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ, വളരെ തുച്ഛമായ തുക. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന 5000 രൂപയാണ്. ചില പ്രത്യേക പരിഗണനകൾ വെച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ഇൻസെൻറ്റീവിനൊപ്പം അവർക്ക് ചില അഡീഷണൽ ഇൻസെൻറ്റീവ് കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5000 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എനിക്കവിടെ വ്യക്തമായ ബന്ധങ്ങളുണ്ട് ലക്ഷദ്വീപിൽ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാനങ്ങൾ അധികമായി ചില ജോലികൾ ഏൽപ്പിക്കുന്നു. ഈ ആളുകൾ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകരായി ഫീൽഡിലേക്ക് വന്നപ്പോൾ ഗവൺമെൻറ് നോക്കുകയാണ്, അതായത് സംസ്ഥാനങ്ങൾ ഇവരെ കൊണ്ട് ഇതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങൾ കൂടെ ചെയ്യിപ്പിക്കാൻ കഴിയും. ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഇൻസെൻറ്റീവും ഓണറേറിയം എന്ന പേര് കൊടുത്തു തുടങ്ങി. കാരണം ചെറുതിൽ തുടങ്ങാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് വളരെ നാമമാത്ര തുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ വലിയ തുക കൊടുക്കേണ്ടതില്ല, അവരും ചെറിയ തുക കൊടുത്തു. അങ്ങനെ തുടക്കത്തിൽ 300 രൂപ, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 500 രൂപ, പിന്നീട് അത് 700 രൂപ. ഈ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോഴാണ് അത് 1000 രൂപയായിട്ട് വർദ്ധിക്കുന്നത്. ഈ വർദ്ധിച്ചതൊന്നും വെറുതെ കിട്ടിയതല്ല, ഞങ്ങൾ ശരിക്കും വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാം. കാരണം 500 രൂപ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു നിവേദനവുമായിട്ട് 4 ആശാവർക്കറെ കൂട്ടി ഞാൻ ഈ സെക്രട്ടറിയകത്ത് ചെല്ലുമ്പോൾ അന്ന് മന്ത്രിയെ കാണാൻ പറ്റിയില്ല, ശൈലജ ടീച്ചർ കാണാൻ പറ്റാതിരിക്കും. ഒന്നുമില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കാണുക. അപ്പോൾ അദ്ദേഹം എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എത്രയാണ് നിങ്ങളുടെ ഓണറേറിയം? അത് 500 രൂപയാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണം. എത്ര വർദ്ധിപ്പിക്കണം? ഞങ്ങൾ പറഞ്ഞു ഒരു 10000 രൂപയെങ്കിലും ആക്കി തരണം. അപ്പം പുള്ളി വളരെ അത്ഭുതത്തോട് നോക്കണം. അത് ശരി, നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത് 500 രൂപയിൽ നിന്ന് 10000 രൂപ ആക്കാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജോലിയുടെ വിവിധ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം.
അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ദിവസം 500 കിട്ടുന്നത്? അപ്പം ഞങ്ങൾ ഒരു ദിവസമല്ല സാർ, ഒരു മാസത്തെയാണ്. പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു അതിശയം. പുള്ളി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ ഈ നടക്കുന്നത് ഈ രാജ്യത്ത്? എൻ്റെ വീട്ടിൽ വരുന്ന ജോലിക്കാർക്ക് ഞാൻ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഞാൻ മന്ത്രിക്ക് എഴുതണം, 500 രൂപ ഞാൻ ദാ ഇവിടെ കൂട്ടിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പോയി മേടിച്ചോ എന്ന് പറയുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്ത്രിയെ കണ്ടു. കഴിഞ്ഞപ്പോൾ അത് 1000 രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അത്ഭുതപ്പെട്ടു പോവാം. ഇത്രയും തുച്ഛമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു വേതനത്തിന് ആളുകൾ പറയും. അത് ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ്. കാരണം ഈ ആളുകൾ മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് വലിയ ശമ്പളത്തിന്, വലുത് മീൻസ് ഒരു മിനിമം ജീവിക്കാനുള്ള ഒരു ശമ്പളമെങ്കിലും ആണ് ഈ ആളുകൾ കൈപ്പറ്റുന്നതാണ്. അതല്ല എന്ന് മനസ്സിലാവുകയും അവരുടെ ഇടയിലുണ്ടായ ഒരു പ്രതികരണം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടിപ്പുറത്തെ ഈ ഹോട്ടലിൽ കയറി ചായ കുടിച്ചത് നമ്മളിനി പിന്നോട്ടില്ല. ഓക്കെ, കാരണം അതാണ് ഞങ്ങളുടെ ഒരു ലാൻഡ് മാർക്കായ ഒരു ദിവസം എന്ന് പറയുന്നത്. ഞങ്ങൾ തീരുമാനിച്ച് എല്ലാ PHSകളിലും ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ച് ആശുമാരോട് സംസാരിച്ച് ഞങ്ങൾ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൻസെൻറ്റീവ് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ്റും ഓണററിയും സംസ്ഥാനങ്ങളും, എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ജോലിയും കൂടെ ചേർന്നത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾ വിരമിക്കുന്ന പ്രായം നിങ്ങൾ തീരുമാനിക്കാൻ, അതത് സംസ്ഥാനങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് സാമൂഹ്യ അവസ്ഥ വെച്ചുകൊണ്ട് തീരുമാനിക്കണമെന്ന ഡയറക്ഷൻ അവിടെ വന്നിട്ടുള്ളത്. അതിൽ ബംഗാൾ അങ്ങനെ തീരുമാനിച്ചു. ഇപ്പൊ അവർ പറയുന്നത് ഓർഡറേ ഉള്ളു കൊടുക്കുന്നതെന്ന്. പക്ഷേ 2 വർഷം മുമ്പാണ് അവിടെ ഇത് തീരുമാനിക്കുന്നത്. അന്ന് 3 ലക്ഷം രൂപയാണ് തീരുമാനിച്ചത്, 5 ലക്ഷം, ഇപ്പൊ 5 ലക്ഷമാക്കി. എന്ന് പറഞ്ഞാൽ നാളെ ഒരാൾ അവിടെ റിട്ടയർ ചെയ്താൽ അയാൾക്ക് 5 ലക്ഷം ഉണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മന്ത്രി പറഞ്ഞത് ഇനിയും 10 വർഷം കഴിഞ്ഞിട്ട് അവിടെ റിട്ടയർമെന്റ് ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താ അവർ കൊടുത്തല്ലോ, അവരെത്ര മുൻപേ കൊടുത്തു. നമ്മൾ ഓർക്കണം, ബംഗാളിലെ തൊഴിലാളികൾ ഇവിടെ വന്ന് കൂലി കൂടുതലുള്ളതുകൊണ്ട് പണിയെടുക്കുന്ന നാട്ടിൽ നമ്മൾ അവർ കൊടുക്കുന്ന റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ തരണമെന്ന് ചോദിക്കുകയാണ്. അതാണ് ഗതികേട്. ഇൻസെന്റീവ് ഇതുവരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതായത് ഓരോ വർക്ക് ചെയ്യുന്നതിനുള്ള ഇൻസെന്റീവ് ഉണ്ട്. അത് ഈ പദ്ധതി രൂപീകരിച്ച സമയത്ത് നിശ്ചയിച്ച അതേ ഇൻസെന്റീവ് തന്നെയാണ് ഇപ്പോഴും. ഉദാഹരണത്തിന് ഒരു ഇഞ്ചക്ഷൻ, ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 20 രൂപയാണ് അന്ന് തീരുമാനിച്ചത്, മാറ്റിയിട്ടില്ല. ഒരു പോളിയോ വാക്സിനേഷൻ, നമ്മൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ എന്ന് പ്രഖ്യാപിച്ചു നടത്തുന്ന ആ പ്രവർത്തനത്തിൽ 75 രൂപയാണ്. അത് 5 ദിവസം മിനിമം വർക്ക് കിടക്കണം. പോളിയോ വാക്സിനേഷന് മുമ്പ് ഫീൽഡിൽ പോയി കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർ വരുന്നത് ഉറപ്പാക്കുക, അന്നേ ദിവസം നിൽക്കുക, അന്ന് വരാത്ത കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് വീണ്ടും ഫീൽഡ് ഇറങ്ങുക. ഇങ്ങനെ മിനിമം ഒരു 5 ദിവസം പ്രവർത്തിക്കുന്നതിന് 75 രൂപയാണ്. ഇതിനകത്തൊന്നും ഒരാശയ്ക്കും ഒരു ഒഴിവ് കഴിവില്ല. ഇത് നിർബന്ധിത ജോലിയാണ്. ഇപ്പോൾ വോളണ്ടിയർ എന്നുള്ള ജോലിയുടെ സ്വഭാവം മാറി നിർബന്ധിതമായ ജോലിയാണ്. അപ്പോൾ ഇത് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കണം, കാലോചിതമായി വർദ്ധിപ്പിക്കണം അത്. പക്ഷെ ഇതിനിടയിൽ അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ആ കേന്ദ്ര സർക്കാർ ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ മാത്രമല്ല, എല്ലാ ഏതെങ്കിലും സംഘടനകൾ ഇതിനു മുമ്പ് സമരം നടക്കുകയോ അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല? ഒരു റിസൾട്ടും ആ വിഷയത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പല യൂണിയൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു വർധനവും ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ കാണേണ്ടുന്ന കാര്യം, 2019 ഞങ്ങൾ വലിയൊരു പാർലമെന്റ് മാർച്ച് നടത്തി. ഞങ്ങൾ ഈ ഇവിടുന്ന് അടക്കം കുറച്ചധികം ആശമാർ ഞങ്ങൾ പാർലമെന്റിൽ പങ്കെടുത്തിരുന്നു. ആ മാർച്ച് നമ്മുടെ സംഘടന അതെ അതവിടെ സ്കീം വർക്കേഴ്സ് ഫെഡറേഷനാണ് നടത്തിയത്. ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിൽക്കുന്ന സംഘടനകളുടെ ഒരു ജോയിന്റ് പ്ലാറ്റ്ഫോമാണ് സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ. അതിൽ ഈ മുഖ്യധാര പാർട്ടികളുടെ സംഘടനകൾ ചേർന്നിരുന്നോ? ഇല്ല. അതായത് ഈ മറ്റു സംഘടനകളിലും ഈ പറയുന്ന പോലെ ഇതിന്റെ മാതൃകയിൽ ഇൻഡിപെൻഡന്റ് സംഘടനകൾ, സ്വതന്ത്ര സംഘടനകൾ പ്രവർത്തിക്കുന്നു. AIUTUC അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. AIUTUC പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളും പങ്കെടുത്തു. ആ പാർലമെന്റ് മാർച്ചിന് ശേഷം സെൻട്രൽ ഗവൺമെന്റ് 2000 രൂപ ഒരു ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞ് നൽകി. അത് മറ്റേതിനകത്ത് പെടില്ല. ഫിക്സഡ് എന്ന പേര് കൊണ്ട് അഡീഷണൽ, അത് ഫിക്സഡ് എന്ന പേര് പോലെ തന്നെ ഫിക്സഡ് ആണ്. പക്ഷേ ഒന്നുമില്ല. പക്ഷെ കേരളത്തിൽ അതിന് മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിൽ മാത്രം, മറ്റു സ്റ്റേറ്റുകളുടെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കേരളത്തിൽ എന്തായാലും മാനദണ്ഡമുണ്ട്. അതായത് ഈ 2000 രൂപ എന്ന് പറയുന്നതിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് നൽകേണ്ടത്. അതാണ് അതിന്റെ റേഷ്യോ. ഓക്കെ, ഫിക്സഡ് ആണ്. ഓക്കെ, മാനദണ്ഡങ്ങളുള്ള സർട്ടൺ ജോലികളുണ്ട്. അതിന് ഓരോന്നിനും അനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ് അത് പൂർണ്ണമായിട്ടും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിന് പുറമെ 2000 രൂപ അഡീഷണൽ ഫിക്സഡ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കേരളത്തില് മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ വെച്ചു. ഓക്കെ, അപ്പൊ ആ മാനദണ്ഡം പക്ഷേ കോവിഡ് സമയമായപ്പോ
ഈ ഫിക്സഡ് ഇൻസെന്റീവിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി. കോവിഡ് സമയത്ത് മാത്രം. കോവിഡിന്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലെന്തൊക്കെയാ വരണേ? ഏതാണ് ഈ അഡീഷണൽ 2000 രൂപയിൽ സംസ്ഥാന സർക്കാർ വെച്ച മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ? സംസ്ഥാന സർക്കാർ 50 വീടുകൾ സന്ദർശിക്കുക തുടങ്ങിയിട്ടുള്ള നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെയാണ്. പക്ഷെ അത് അത്രയും ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഫിക്സഡ് എന്ന പേര് തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? മറ്റൊന്നുമില്ലെങ്കിൽ ഈ ആളുകൾക്കൊരു മിനിമം തുക കിട്ടണം. അതുകൊണ്ടാണ് ആ ഫിക്സഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, രേഖകൾ പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും ഫിക്സഡ് ഓണറേറിയം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഏതെങ്കിലും കാരണവശാൽ ജോലി പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ആളുകളുടെ ഉപജീവന മാർഗമാണ്, അതുകൊണ്ട് കൊടുത്തിരിക്കണം എന്നൊരു കൺസെപ്റ്റിലാണ് അത് ഫിക്സഡ് എന്ന വാക്ക് തന്നെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഈ മാനദണ്ഡം ഇല്ലായിരുന്നെങ്കിൽ ഈ 7000 ഫിക്സഡ് ഓണറേറിയവും ഇതും കൂടെ ചേർത്ത് 9000 രൂപ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ വെച്ചത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇപ്പോൾ ഒഴിവാക്കിയത്. ഇപ്പോഴും അത് ഒഴിവാക്കിയിട്ടില്ല. അതും കുറച്ച് ഗുരുതരമായ പെശകൾ പുതിയ ഉത്തരവിലുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ വരുന്നത്, നേരത്തെ പറഞ്ഞു നിശ്ചിതമായ ചില ജോലികളുണ്ട്. ആ മാനദണ്ഡം വരുന്നത് 2018-ലാണ്. അതുവരെ ഉണ്ടായിരുന്നില്ല. ആശാവർക്കർക്ക് വളരെ തുച്ഛമാണ്. 1000 രൂപയാണെങ്കിൽ എല്ലാവർക്കും 1000 രൂപ, 2000 ആണെങ്കിൽ 2000. ഈ 2000 രൂപ 4000 രൂപയായി വർദ്ധിപ്പിച്ചു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, ആദ്യത്തെ ഗവൺമെന്റ്. അപ്പോൾ ബജറ്റിലാണ് വർദ്ധിപ്പിക്കുന്നത്. ഞങ്ങൾ അതിന് മുമ്പ് സമരം നടത്തിയിരുന്നു. ഇപ്പൊ വലിയ വർധനവ്. അതായത് ഇങ്ങനെയല്ലേ, 1000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 2 തവണ 500 രൂപകൾ കൂട്ടി, പിന്നെ ഒരു 2000 രൂപ കൂട്ടി. അത് കൂട്ടിയപ്പോഴാണോ? അതെ. അല്ലല്ല, ആ 2000 അടുത്ത ബജറ്റിൽ 4000 രൂപയാവും. ഒറ്റയടിക്ക് അത് ഇരട്ടിയാവും. പക്ഷെ അപ്പൊ ബജറ്റ് അലോക്കേഷൻ നോക്കിയപ്പോൾ 1 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ 2000 4000 ആകുമ്പോൾ ഇരട്ടിയാവുമല്ലേ? അപ്പൊ അത് എന്താണെന്ന് ഞങ്ങളിങ്ങനെ സംശയ രൂപത്തിൽ ഇരിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ വരികയാണ്. ഓണറേറിയത്തിന് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി 2000 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, മാനദണ്ഡം വെച്ച് കുറയ്ക്കും. മനസ്സിലായില്ലേ? ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഉടനെ NHM അധികാരികളായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്ന് മീറ്റിംഗ് കൂടി മാനദണ്ഡം വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അപ്പോൾ നിങ്ങൾ എതിർത്ത് വരികയാണോ എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങൾ രൂപീകരിച്ച സമയത്ത് തന്നെ മീറ്റിങ്ങുകൾക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേവരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അവരെടുത്ത് കാണിച്ചപ്പോൾ CIT അടക്കമുള്ള ആളുകൾ വാങ്ങിച്ച് ആ മിനിറ്റ്സ് ഞങ്ങൾ കണ്ടു ഒപ്പിട്ടിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് ഇല്ല. ഞങ്ങളെ അതുവരെയും വിളിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ വലിയൊരു സമരം, നിയമസഭ നടക്കുന്ന സമയമായിരുന്നു, ഞങ്ങൾ വലിയൊരു നിയമസഭ മാർച്ച് നടത്തി. പക്ഷേ മാനദണ്ഡങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു തൊഴിലാളി സംഘടന എന്ന മാനദണ്ഡം വെച്ച് ആളുകൾ ചെയ്ത ജോലിയുടെ കൂലി നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ സർക്കാരിന് അത് വളരെ വലിയ ആശ്വാസകരമായ നടപടിയാണ്. അപ്പൊ ഇതൊരു ഒത്തുകളിയാണെന്നുള്ളത് മനസ്സിലായി. അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് മാനദണ്ഡങ്ങൾ പിൻവലിക്കുക. അത് ഈ സമരം തുടങ്ങിയ ശേഷവും ഞങ്ങൾ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ ജാനുവരി മാസത്തിൽ NHM ഡയറക്ടർ അവസാനം ഒരു യോഗം വിളിച്ചു, എല്ലാ യൂണിയനുകളും ചേർത്തത്. ആ യോഗത്തിൽ ഞങ്ങൾ 20 ആവശ്യങ്ങൾ എഴുതി ഞങ്ങളവിടെ പ്രസന്റ് ചെയ്തു. അതിനകത്തൊരു പ്രധാനപ്പെട്ടത് മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം. അപ്പം ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞു. CITയുടെ ഊഴം വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഈ സഹോദരിമാർ പറഞ്ഞതുപോലെ മാനദണ്ഡം ഒഴിവാക്കണമെന്ന് ഞങ്ങളും ആവശ്യപ്പെടുകയാണ്. അപ്പം ഞങ്ങൾ വളരെ അർത്ഥത്തോടെ നോക്കി. അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ്, ഇങ്ങനെയാണ് അവരുടെ വാക്ക്, ഞങ്ങൾ തന്നെയാണ് ഒരിക്കൽ മാനദണ്ഡങ്ങൾ ആവശ്യപ്പെട്ടത്. അന്ന് ആശാവർക്കർമാർ പണിയെടുക്കില്ലായിരുന്നു. പണി കുറവായിരുന്നു എന്നൊരു വാക്ക് പോലും അല്ലെന്ന് ഓർക്കണം, വളരെ ശ്രദ്ധിക്കണം. അവർ പണിയെടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ജോലി ഭാരമാണ്, അതുകൊണ്ട് മാനദണ്ഡങ്ങൾ പിൻവലിക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അതിനകത്തൊരു റോളും ഇല്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലയിൽ അത് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനിടയിലാണ് CIT 2 ദിവസം സമരം പ്രഖ്യാപിച്ചു. അവർ അനിശ്ചിതകാലം എന്ന് പറഞ്ഞു. പക്ഷേ 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കണം, അവർ 2ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ, ഇതൊന്നുമല്ല, വളരെ അപ്രധാനങ്ങളായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ഒരു സമരം അവസാനിപ്പിച്ചു വന്നു. മാനദണ്ഡങ്ങൾ 10 എണ്ണത്തിൽ 5 എണ്ണം പിൻവലിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. എന്തായാലും ശരി, ഞങ്ങളുടെ സമരത്തിൻ്റെ ഒരു 17ാം ദിവസമാണ് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. മന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു, പിൻവലിച്ചു, 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. പക്ഷെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്ന മാർച്ച് 17-ാം തീയതിയാണ് ഒരു ഉത്തരവ് പുറത്തു വരുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ്. പക്ഷേ ഇൻസെൻറ്റീവിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അതിനകത്ത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടേറിയൊരു സംഗതിയാണെന്ന് മനസ്സിലായി.
ഞങ്ങൾ ഇവിടെ പന്തൽ വന്ന മുഴുവൻ ആശാവർക്കർമാരുമായിട്ട് അത് വളരെ വിശദാംശത്തിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വർക്കിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇൻസെൻറ്റീവ് കുറയുകയാണെങ്കിൽ ഓണറേറിയം കുറയും. ജോലി അതിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇൻസെൻറ്റീവ് കുറയും. നിലവിലുണ്ടല്ലോ, ചെയ്യുന്നതിനാണല്ലോ ഇൻസെൻറ്റീവ് വരുന്നത്. അങ്ങനെ ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ആ കുറവ് ഓണറേറിയത്തിൻ്റെ ഇതിനെ ബാധിക്കും. ശരി. അപ്പോൾ ഉദാഹരണത്തിന് ഇൻസെൻറ്റീവ്, അതായത് ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 3000 ഏറ്റവും അടുത്ത സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് പുതിയ 1-2 സംഗതികളൂടെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു 1000 രൂപയുണ്ട്. അങ്ങനെ 3000 രൂപയായി ഫിക്സഡ് ഇൻസെൻറ്റീവ്. ഇപ്പോൾ ഈ ലാസ്റ്റ് മാസത്തെ കാര്യമാണ്, മാറിയിട്ടുണ്ട്. അതും ഈ നിശ്ചിത ജോലി ചെയ്യുന്നതിന്റെ വേരിയബിൾ ഇൻസെൻറ്റീവ്. ഈ ഇൻസെൻറ്റീവ് എനിക്ക് ക്ലാരിറ്റി, ഫിക്സഡ് ഇൻസെൻറ്റീവ് അപ്പം 3000 രൂപ കേന്ദ്ര സർക്കാർ ഫിക്സ്ഡ് ആയിട്ട് തരുന്നത്. അത് കൂടാതെ പ്ലസ് വേരിയബിൾ ഇൻസെൻറ്റീവ്, ഇഞ്ചക്ഷൻ ചെയ്യുന്ന എടുക്കുന്നതിന് അത് മാക്സിമം എത്രത്തോളം? അത് ഒരു ചിലപ്പോൾ 750, 1000 അത്രയൊക്കെ വരും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കുറയുകയാണെങ്കിൽ ഓണറേറിയം പകുതിയായി കുറയും. നേരത്തെ 7000 രൂപയ്ക്ക് 10 മാനദണ്ഡം, ഒരു മാനദണ്ഡത്തിന് 700 രൂപ വെച്ച് കുറയും. ഇതല്ല, ഇത് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കാര്യമായൊരു കുറവ് വന്നാൽ നിങ്ങളുടെ ഓണറേറിയം പകുതിയായി 3500 രൂപയെ കിട്ടുള്ളൂ. അതെന്താ അതിന്റെ കാര്യം? അതാണ് പുതിയ മാനദണ്ഡം സർക്കാർ വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഓർഡർ. ശരി. ഇത് അപ്പൊ ഓണറേറിയത്തിന്റെ മാനദണ്ഡം ഞങ്ങൾ പിൻവലിച്ചു എന്ന് വലിയ ഒരു പുരോഗമനം പറയുകയും അത് കൊണ്ടുവന്ന് ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന കാര്യമാണ്. കൂടുതൽ അപകടകരമാണ്. കാരണം ഈ ജോലി ചെയ്ത ശേഷം ഓരോ ആശയുടെയും വർക്ക് സ്വഭാവം അവർ ചെയ്ത റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ട് അതിന് തുക ഈ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നതിനകത്ത് ആശയ്ക്ക് ഒരു റോളുമില്ല. ഒരു റോളുമില്ല. അതത് സെൻറ്ററുകളിലെ ഉദ്യോഗസ്ഥരായിരിക്കും ആളുകൾ ചെയ്യുന്നതാണ്. അപ്പം വളരെ മല്ലിട്ട് നിൽക്കുന്ന ഒരാശയെ സംബന്ധിച്ച്, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് ഈ തുക കിട്ടില്ല. കാരണം ഇതൊരു അടിമപ്പണിയാണ്. അവിടെയാണ് നമ്മളത് അവിടെ എന്ത് തരം മാനിപ്പുലേഷൻ നടക്കാം? എന്ത് തരവും നടക്കാം. കാരണം ഇവര് നമ്മളുടെ ഈ തുക എൻട്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് പരിശോധിക്കാൻ മാർഗങ്ങളില്ലല്ലോ. അപ്പൊ ഇത് നിരന്തരം ഈ പ്രശ്നമുണ്ട്. ഞങ്ങൾ തുടക്കത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അവർ ചെയ്ത ജോലിയുടെ വരുമാനം കിട്ടാത്തത് കൊണ്ട് എല്ലാ സെന്ററുകളിലേക്കും പോവുക, വിളിക്കുക, അവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണുക. അപ്പൊ അവർ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയുക, നമ്മളെ അങ്ങ് പറഞ്ഞു വിടുക. നമ്മളെ കേൾക്കാൻ പോലും തയ്യാറാവില്ല. നിങ്ങൾ ആരെന്നുള്ള മട്ടിലാണ്. പിന്നെ അത് ക്രമാനുഗതം ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ നടത്തി വരുമ്പോൾ അല്പം കേൾക്കാൻ സന്നദ്ധമാകുന്നു. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് ഞങ്ങളുടെ ഒരു വീഴ്ചയാണ്, അത് അടുത്ത മാസം പരിഹരിക്കാന്ന് പറയുന്നു. അടുത്ത മാസത്തിൽ ചിലപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ചില JPHമാർ അവരുടെ സ്വന്തം കയ്യിൽ അവരുടെ ശമ്പളത്തിൽ നിന്നെടുത്ത് ആശാവർക്കർ കൊടുക്കുന്നു. ഇത് എൻ്റർ ചെയ്യുന്നത് JPHമാർ. അപ്പോൾ JPHമാരുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലർ വളരെ നല്ല മനുഷ്യരാണ്, അവർക്ക് എനിക്കൊരു പിഴവ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊടുക്കേണ്ട മുഴുവൻ തുക അവർ സ്വന്തം ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നു. ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒറ്റപ്പെട്ടതല്ല. അപ്പൊ ഇത് ആർക്കും ആരെയും ടാർഗറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് അപകടം. അപ്പൊ മന്ത്രി ചോദിക്കുന്നത് നിങ്ങൾ മിനിമം ജോലി ചെയ്യില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടുമല്ലോ, പിന്നെ എന്തിന് നിങ്ങൾ ഈ മാനദണ്ഡങ്ങളെ ഭയക്കുന്നു? 3200 രൂപ വരെ കിട്ടാം. അതാണ് കൃത്യമായി ജോലി ചെയ്താൽ എന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്രി ചോദിക്കുന്നത് നിങ്ങളിപ്പോ 2 ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് 10000 രൂപ വരെ കിട്ടാമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരു ദാനം പോലെയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഇതിനൊരു പ്രതിസന്ധി ഉണ്ട്. ആർക്കും ആരെയും എപ്പോഴും ഭയപ്പെടുത്തി അവന്റെ അടിമയാക്കി വെക്കാം. കാരണം എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത്, നിങ്ങൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, ഞാൻ കരിയണം എന്ന് പറയുന്ന ഒരു മേധാവിത്വ മനോഭാവം ഉദ്യോഗസ്ഥരിൽ ഉണ്ടാക്കാൻ ഈ ഉത്തരവ് അപകടമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെ മല്ലിട്ട് നിൽക്കുന്ന ആശാവർക്കർമാരുടെ, കാരണം രാഷ്ട്രീയപരമായി മറ്റ് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമൊക്കെ വെച്ചുകൊണ്ട് ഈ ആശാവർക്കർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് ഇന്നിപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഈവൻ ഡോക്ടർക്ക് വരെ അവരെ പേടിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു റോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഉത്തരവുകൾ വളരെ കൃത്യമായിരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരിക്കലും ഇതങ്ങ് സ്ഥാപിക്കപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് തിരുത്തൽ എളുപ്പമല്ല. കാരണം ഈ മാനദണ്ഡത്തിന്റെ അനുഭവം തന്നെ അതാണ്. ഉപാധി വെച്ച ആളുകൾക്ക് പോലും പിൻവലിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. ഇതാണ് അത് സംബന്ധിച്ച്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2018 ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സമയം കൂടിയാണ് ഈ ഉപാധികൾ വന്നത്. അതോടൊപ്പം തന്നെ 1000 പോപ്പുലേഷൻ ഒരാശ എന്നതായിരുന്നു മാനദണ്ഡം, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ അത് ഒരു വാർഡിന് ഒരാശ എന്ന നിലയിലേക്ക് മാറ്റി. അതിനൊരു കാരണമുണ്ട്. കാരണം 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ അത് മതിയാക്കി പോകാൻ തുടങ്ങി. അപ്പോൾ ആശമാരുടെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പോൾ വാർഡുകളിൽ ആശയില്ല, പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നില്ല.
എത്ര വരും ഒരു വാർഡിലെ പോപ്പുലേഷൻ ഏതാണ്ട്? ചിലപ്പോൾ 2000 വരെ, 2500, 3000 കഴിഞ്ഞ പോപ്പുലേഷൻ വരെയുള്ള വാർഡുകൾ വരെ ഒക്കെ. അപ്പൊ ഇത് ഒരു വാർഡിന് ഒരു ആശയ നിലയ്ക്ക് പുതിയ ഉത്തരവിറങ്ങി. അപ്പൊ നമ്മൾ ഓർക്കണം, 1000 പോപ്പുലേഷൻ ഒരു ആശ ചെയ്യാൻ അന്ന് 2000 രൂപ കൊടുത്തിരുന്നെങ്കിൽ അത് മാറി 3 പേർ ചെയ്യേണ്ട പണിക്കും ഒരാളുടെ പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ 2018 സംഭവിച്ചിട്ടുണ്ട്. ഇത് വലിയ ജോലിഭാരം ആളുകളുണ്ടാക്കി. അതുമുതൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മേഖലകളിൽ ആളുകൾ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാനും ആശാവർക്കർ വരാനും സംഘടനയിൽ അംഗങ്ങളാകാനും സമരം ചെയ്യാനുള്ളൊരു കാരണമായി അത് ബൂസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പം ഇതൊക്കെയാണ് ആ സമയത്ത് സംഭവിച്ചത്. അതിനുശേഷമാണ് 2022 ഞാൻ പറഞ്ഞ വിരമിക്കൽ ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് വന്നതും സമാനമായ രീതിയിൽ തന്നെയാണ്. മന്ത്രി ഒരു യോഗം വിളിക്കുന്നു. ഞങ്ങൾ ആ യോഗത്തിന് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവുന്നു അതുവരെ അജണ്ട സർക്കുലേറ്റ് ചെയ്തിരുന്നില്ല. ചെല്ലുമ്പോൾ പൊടുന്നനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയാണ്, വിരമിക്കാൻ സമയമായി, നമ്മുടെ കേരളത്തിലുള്ള പ്രായമായിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ CIT ഉടനടി 62 വയസ്സ് പറയുകയാണ്. ഒരു കൂടിയാലോചനയില്ല CIT പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ആരോപിക്കുന്നത്? നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആശാവർക്കർമാരല്ല എന്ന ആരോപണമാണ്. അതൊരു ബാലിശമായ വാദമാണ്, ഇരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ ഈ മന്ത്രിയുടെ ചർച്ചയിൽ പോകുമ്പോൾ അവിടെ വാദിക്കുന്നത് ചിത്തരഞ്ജൻ MLA ആണ്. അദ്ദേഹം എപ്പോഴാണ് ആശാവർക്കറായത്? അദ്ദേഹം ഒരു സ്ത്രീ പോലും അല്ലല്ലോ ഇത് പറയാനായിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിനെ വളരെ മാനേജ് ചെയ്ത് പോവുകയും ബാക്കിയുള്ള ആളുകൾ സമരം ചെയ്യുമ്പം ആരോപണം ഉണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാലിശമായ കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ആ ഉത്തരവ് 62 വയസ്സ് നിലയ്ക്ക് അത് പുറത്ത്. നമ്മുടെ അടുത്തൊന്നും ഒരു ഡിസ്കഷനും ഇല്ലാതെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് ആദ്യം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞ ശേഷം പ്രായം തീരുമാനിക്കാം ഓക്കെ എന്ന് പറഞ്ഞ് പിരിഞ്ഞ മീറ്റിംഗ് 3-ന്റെ അന്ന് ഉത്തരവായിട്ട് വരികയാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. ഇതാണോ ജനാധിപത്യം? നമ്മളെ വിളിച്ചു ചേർത്ത് മീറ്റിംഗ് കൂടി ആലോചിച്ചിട്ട് വിപരീതമായ ഉത്തരവ്. അപ്പം ഇത് അടിമുട്ടി ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ സംവിധാനം നടന്നത്. ഇതിനകത്ത് ആരുടെയെങ്കിലും ഈഗോ വർക്ക് ചെയ്യേണ്ടുന്ന കാര്യമില്ല. 2018 ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടും ഒരു വാർഡിനൊരു ആശയം എന്ന് പറഞ്ഞാൽ മാറ്റുന്ന സമയത്താണ് ഈ ആശാവർക്കർമാരുടെ ഈ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അവരുടെ ഒരു സംഘടന ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആശാവർക്കർമാർ മറ്റ് ജോലികളിൽ അത് ഞാൻ ചോദിക്കണമെന്ന് ചോദിച്ചു. മറ്റു ജോലികളും ചെയ്യാമല്ലോ എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. മറ്റു ജോലികൾ ചെയ്യാൻ പാടില്ല നിർബന്ധമായിട്ട് ഉത്തരവുണ്ട്. 2018 ഇതെല്ലാം കൂടെ ചേർന്ന ഉത്തരവാണ് വന്നത്. അപ്പോൾ അന്ന് സ്ത്രീകൾ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. അപ്പോൾ അതെല്ലാം മതിയാക്കി, തൊഴിലുറപ്പെല്ലാം മതിയാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ കടകളിൽ കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഈ 1000 പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ട് കുറച്ച് സമയമെങ്കിലും ബാക്കി വരുമ്പോൾ കടകളിൽ ജോലിക്ക് പോകും, ട്യൂഷൻ എടുക്കാൻ പോകും, അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിന് പോകും. ഒരു വാർഡിന് ഒരു ആശയം എന്ന് പറയുമ്പോൾ അതിനുള്ള സമയം കിട്ടിയാൽ സർക്കാരിന് അറിയാം. കാരണം വലിയ ഒരു ഏരിയ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റു തൊഴിലിൽ ഏർപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തൊഴിലിന് പോകാൻ പറ്റില്ല എന്ന ഉത്തരവും കൂടെ അതിനൊപ്പം ചേർക്കാം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ. അതുകൊണ്ട് തൊഴിലുറപ്പിന് പൊക്കൊണ്ടിരുന്ന ആളുകളെല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെ പോകുന്ന ആളുകളുടെ എണ്ണം ഈ വാർഡ് മെമ്പർമാരെടുത്ത് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും നടപടികളെടുക്കുകയൊക്കെ തുടങ്ങിയോടുകൂടി വേറെ തൊഴിലിൽ പോയിരുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അത് സമ്പൂർണ്ണമായിട്ടും അത് അവസാനിച്ചു. ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ അങ്ങനെ പോകാൻ കഴിയില്ല. നിങ്ങൾ പൊക്കോളെന്ന് പറഞ്ഞാലും കഴിയില്ല. അപ്പൊ മന്ത്രി പറയുന്നത് ആ ഉത്തരവ് ഞങ്ങൾ പിൻവലിച്ചു എന്നാ പറയുന്നത്. ആ ക്ലോസ് ഞങ്ങൾ ഇപ്പൊ പിൻവലിച്ചു പറയുന്നു. ആ ക്ലോസ് പിൻവലിച്ചു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒന്നും പിൻവലിച്ചിട്ടില്ല. കാരണം നിലവിലുള്ള ഉത്തരവനുസരിച്ച് ആശാവർക്കർമാരെ എപ്പോഴൊക്കെ പിരിച്ചുവിടാം, ഏതൊക്കെ കണ്ടീഷനാണ് പിരിച്ചുവിടണമെന്ന് പറയുന്നത്. 62 വയസ്സ് പൂർത്തിയായി. രണ്ടാമത് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയാൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടാം. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇൻസെന്റീവ് തുടർച്ചയായി 3 മാസം അവർക്ക് കുറയുകയാണെങ്കിൽ അവർ 500 രൂപയിൽ താഴെ ആയാൽ അവിടെ പെർഫോമൻസ് നോക്കിയിട്ട് അവർ പെർഫോം ചെയ്യുന്നില്ല. ഇൻസെന്റീവ് മിനിമം എത്രയാ കിട്ടുക? അങ്ങനെ ഉണ്ടോ? മിനിമം കിട്ടും 250-300 ഒക്കെ കിട്ടും. മാക്സിമം 1000-1500 കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചില ആൾക്ക് 2000 കിട്ടാറുണ്ട്. അതൊക്കെ ഈ ഉയർന്ന ഇൻസെന്റീവിനൊക്കെ 4-5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ കിട്ടുന്ന ഒരു കാര്യമാണ്.
അല്ലാതെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു ആവറേജ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് 13,000 രൂപ വരെ കിട്ടാം. ചില ആളുകളുടെ പേരൊക്കെ പുറത്തു വിട്ട് അവർക്ക് ഇത്രയും രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ തുകയാണ് കിട്ടിയെന്ന് അങ്ങനെ പർവ്വതീകരിക്കുന്നത്. എന്നാൽ പോലും ഒരു ആവറേജ് ലൈനിൽ ഒരു കൃത്യമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഒരു ആശാ വർക്കർക്ക് എത്ര രൂപ വെച്ചിട്ടൊക്കെ കിട്ടാൻ സാധിക്കുന്നുണ്ട്? എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു അധികാരികൾ ഉറപ്പുവരുത്തൽ 7,000 രൂപ ഓണർ വരെ കിട്ടും. 2,000 രൂപ നേരത്തെ 2,000 രൂപ ഫിക്സഡ് ഡിസ്കൗണ്ട്, അപ്പോൾ 9,000. പിന്നെ ഈ വേരിയബിൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു പരമാവധി എത്ര ഞാനീ പറഞ്ഞ 750, 1000, 1250, ഒരു 10,250, 10,500 അല്ലെങ്കിൽ ഒരു 11,000. അതിനപ്പുറത്തേക്കൊക്കെ പോകുന്നതിന് അപൂർവമാണ്. കാരണം ഈ മാസം ഇഞ്ചക്ഷൻ എടുത്ത കുട്ടിക്ക് അടുത്ത മാസം എടുക്കണ്ടല്ലോ. കുട്ടീനെ 6 മാസം കഴിഞ്ഞാലേ കുഞ്ഞിനെ എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് 1.5 വയസ്സിലല്ലേ. അപ്പോൾ ആ കുട്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ല. പിന്നെ ഗർഭിണികളുടെ കാര്യത്തിൽ ഗർഭിണി എന്ന് പറയുന്ന ആള് അവർ ഗർഭം തുടങ്ങിയ ദിവസം വരെ അവർ ഫോളോ അപ്പ് ചെയ്യണം. ചിലപ്പോൾ 1.5 മാസത്തിലും 3 മാസത്തിലും ഗർഭിണി പറയില്ല ഗർഭിണി ആണെന്ന്. കാരണം ചിലപ്പോൾ മതപരമായ ചില കാരണങ്ങൾ കാണാം. ചിലപ്പോൾ ഈ ഗർഭത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കുന്ന അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് വെച്ചിട്ട് എല്ലാവരോടും അറിയിച്ച ശേഷം അതുകൊണ്ട് അവർ പുറത്ത് പറയില്ല. ആശാവർക്കർ വളരെ എഫർട്ട് എടുത്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ ഈ 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ ഈ പൈസ ഇല്ല, ആശാവർക്ക് കിട്ടേണ്ട വേതന ഇല്ല. ഇനി ഏറ്റവും അവസാനം പൂർണ്ണമായി ഗർഭം പൂർണ്ണമായി പക്ഷേ എമർജൻസി ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക. കാരണം വീട്ടുകാരെ സംബന്ധിച്ച് ആശാവർക്കർക്ക് പൈസ കിട്ടുക എന്നുള്ളതല്ലോ. അവർ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകേണ്ടി സംഭവിക്കും. അപ്പൊ ആശാവർക്കർ ഈ സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മാത്രമേ ആശാവർക്കർക്ക് ഇൻസെന്റീവ് കിട്ടുള്ളൂ. സർക്കാർ ആശുപത്രി വരിക, പ്രസവം കൃത്യമായി രേഖപ്പെടുത്തുക. ഈ കൂടെ ചിലപ്പോൾ ബൈസ്റ്റാൻഡർ ഒന്നും ആവശ്യത്തിന് കാണാം. നമുക്കറിയാലോ സർക്കാർ ആശുപത്രി ഇപ്പോൾ ഒരു 5 ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാതെ കാര്യം നടക്കില്ല. അപ്പൊ ഈ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് കിട്ടില്ല. അതുകൊണ്ട് ആശാവർക്കർ ഗർഭിണി പോകുമ്പോൾ ഭർത്താവ് പോകുന്നതിന് മുമ്പ് ആശാവർക്കർ ആശുപത്രിയിൽ എത്തിയിരിക്കണം. നമ്മൾ വെറുതെ തമാശയായിട്ട് തോന്നും, പക്ഷെ യാഥാർത്ഥ്യമാണ്. വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് അയ്യോ എൻ്റെ ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. എന്നിട്ട് കിട്ടുന്ന പൈസ വളരെ തുച്ഛമായി 200 രൂപ. ഒരു ഗർഭിണിയെ മുഴുവൻ നോക്കുമ്പോഴാണ് 500 രൂപ കിട്ടുന്നത്. അതിൻ്റെ ഓരോ ഘട്ടം വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന പൈസ 200 രൂപ അപ്പോൾ നഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ തുലാസിലാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കിട്ടി ഇനി ഇതെല്ലാം ചെയ്താലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഒരു പക്ഷേ പോകാം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് നമ്മൾ പറയില്ല. ചിലപ്പോൾ അവരുടെ തിരക്കുണ്ട്, അവർക്കും ഭയങ്കര തിരക്കാണ്. മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ 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 നാമമാത്രമായത്. പക്ഷെ ബഹുഭൂരിപക്ഷവും ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആളുണ്ട്. പക്ഷെ എന്നാലും ചില കൈപ്പിഴകൾ സംഭവിക്കാം. ഒരു കൈപ്പിഴ സംഭവിച്ചു പോയാൽ തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു. ഇനി ഇങ്ങനെ സംഭവിച്ചു പരാതി പറയാൻ എവിടെയാണ് ഇടമില്ല. ആരോടാ പറയേണ്ടത്? NHM ഡയറക്ടർ അതിന്റെ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഞ്ചായത്ത് ചെയ്യാം, നിങ്ങൾക്ക് ബ്ലോക്ക്. ഇത് ആർക്കാണ് ഇത് ഈ പറയുന്നത്? ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് പോയി ചെയ്യാൻ പറ്റും, അയാളുടെ അധികാരം ഉപയോഗിച്ച് എനിക്ക് ഇന്ന പരാതി. പക്ഷേ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ പോയി ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അപ്രാപ്യമായ ചില നിയമങ്ങളുടെ ഘടനയാണത്. അത് വെറുതെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അത് പ്രാപിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല. ഇത്രയും പ്രശ്നങ്ങൾ സങ്കീർണമാണ്, പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകൾ ഈ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. കാരണം ഞങ്ങൾ ഈ യോഗങ്ങൾ വിളിക്കുന്ന എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുള്ളത് മറ്റുള്ള യൂണിയനുകൾക്കൊന്നും പറയാനില്ല. അവരിപ്പോൾ ലാസ്റ്റ് മീറ്റിങ്ങിൽ ഞങ്ങളിങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് 62 വയസ്സ് പിൻവലിക്കണം, അത് വലിയൊരു അപകടമാണ്. കാരണം പല സ്ഥലങ്ങളിലും മെഡിക്കൽ ഓഫീസർമാർ കാരണം ഈ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ ചാനലിലൂടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് ഉദ്യോഗസ്ഥർക്കും അറിയാം ഇതെന്തോ ഫ്രീസ് അവരുടെ കയ്യിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവുണ്ട്. പക്ഷെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാർത്ത ഉള്ളത് കൊണ്ട് അവരിങ്ങനെ സംശയത്തിൽ നിലയ്ക്ക്. അപ്പം മെഡിക്കൽ ഓഫീസർ ചേച്ചിക്ക് അടുത്ത മാസം 62 ആവുകയാണ് കേട്ടോ, ചേച്ചി പോകാറായി കേട്ടോ, കാരണം അദ്ദേഹത്തിന് അത് അപകടം സംഭവിക്കരുത്, അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കരുത്. അതുകൊണ്ട് പറയും ചേച്ചി അപ്പം ഈ ആളുകൾ എന്ത് ചെയ്യും, അടുത്ത മാസം ഞങ്ങൾ പോകേണ്ടതാണെന്ന് മാനസികമായി തയ്യാറെടുത്ത് അവരങ്ങ് പോവുകയാണ്. അപ്പം പോകുമ്പോൾ അവർ പറയും എന്തിനാണ് ഈ പണിയെടുത്തിട്ടൊരു കാര്യമില്ല, ശമ്പളമില്ല, വരുമാനമില്ല, ഞങ്ങൾ നിന്ന്. അപ്പം ഇതങ്ങ് വളരെ നിസ്സാരമാക്കി കളയും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും ഈ യൂണിയന്റെ നേതാക്കളെ വിളിച്ച് ചർച്ച നടത്തുന്നത് പറയുമ്പോഴും മറ്റു യൂണിയനുകൾക്ക് കാര്യമായിട്ടൊന്നും പറയാൻ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരാൾ വന്നു 5 പേരുടെ വിവരങ്ങൾ ശേഖരിക്കണം, ഒരാളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 5 തവണ പോകണം, ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇതിനൊരു ക്ലാരിറ്റി വേണം. അത്രയേ ഉള്ളൂ അവരുടെ ആവശ്യം. അത്രയേ ഉള്ളൂ. ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുക. ഇത്തരം സാങ്കേതികമായ കാര്യങ്ങൾ, പ്രായോഗികമായ കാര്യങ്ങൾക്കകത്തുള്ള സംശയങ്ങൾ ഇതിനിങ്ങനെ വ്യക്തത വേണം. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, മാഡം ഞങ്ങൾക്ക് ഈ 2, 3, 4 ക്ലോസുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വേണം, അവർ എഴുതിക്കൊണ്ട് വന്നിരിക്കണം. അല്ലാതെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിന് ഒരു സംഗതിയില്ല.
പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ CITU ആശാ വർക്കർമാർക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടത്തിയ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അത് കേരളത്തിൽ നടക്കാത്തതാണോ അതോ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നാണോ മനസ്സിലാക്കണ്ടേ? കേരളത്തിൽ നടക്കുന്നില്ല എന്ന്, കേരളത്തിൽ നടക്കാറേ ഇല്ല, നടന്നിട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം ഈ സംഘടനയുടെ മുൻകൈയിൽ തന്നെ നടന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങളൊരു സമരം നടത്തി കഴിയുമ്പോൾ ഒരു പേരിന് എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്ന് എനിക്കൊന്നു ഒരു വർഷം തികയുന്ന സമയത്താണ് ഒന്നാം വാർഷിക LDF സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ 2 ദിവസം മുമ്പ് CITU ഒരു സമരം, രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ്. അന്ന് അവരുടെ ഡിമാൻഡ് ഓണറേറിയം മറച്ചത്. ഞങ്ങളൊരു പരിപാടി തുടങ്ങാനിരിക്കെ ഒരു 4 ദിവസം അവർ പെട്ടെന്നൊരു പരിപാടി പ്രഖ്യാപിച്ച് വന്നു. പരിപാടിക്ക് വന്നിട്ട് 2ാമത്തെ ദിവസം രാത്രിയിൽ ആ സമരം എത്രയായിട്ട് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം? അന്ന് അവർ 10,000 രൂപ 10,000 രൂപയുടെ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കൊന്ന് 3 ദിവസം അവർ സമരം ചെയ്തു. 3ാമത്തെ ദിവസം രാത്രി 2015 അതെ, മാധ്യമങ്ങൾ നോക്കുമ്പോൾ ആശാ വർക്കർമാരുടെ സമരം അവസാനിച്ചു. അപ്പം ഞാനിവിടെ അടുത്താണ്, ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥലത്തേക്ക് വന്നു. നോക്കുമ്പോൾ ഒരു 10-15 ആശാ വർക്കർമാരുണ്ട്. അപ്പോൾ മന്ത്രി ശിവൻകുട്ടി, ഇന്ന് നമ്മുടെ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടിയാണ് അന്ന് ആ സമരത്തിൻ്റെ ഒരു നേതാവ്. അദ്ദേഹം സമരപ്പന്തലുള്ള ആളുകളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരാട്ടെ അത്ര വിട്ടുകൊടുക്കേണ്ടതല്ല, കാരണം വടക്കുനിന്നൊക്കെ വന്ന ആശാ വർക്കർമാരാണ്. നമുക്കൊരു ഉറപ്പ് കിട്ടാതെ എങ്ങനെ പോകും ചെയ്തു. അപ്പോഴേക്കും അവരൊരു ഓഡിയോ അവിടെ കേൾപ്പിക്കുകയാണ്, കാരണം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഓഡിയോ കേൾപ്പിക്കുകയാണ്. ശൈല ടീച്ചറിൻ്റെ ഓഡിയോ ആണെന്ന് അവർ പറയുന്നു, അനൗൺസ് ചെയ്യുന്നു അദ്ദേഹം, ശൈല ടീച്ചറിൻ്റെ ഓഡിയോ. അപ്പോൾ 7500 രൂപയെ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നത് പറയുന്നു. രാത്രി തന്നെ അവരെല്ലാവരും പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം പത്രങ്ങൾ നോക്കുമ്പോൾ ഒരു പത്രം സമയത്ത് എത്രയായിരുന്നു? ആ സമയത്ത് 4,000 രൂപ. അതാണ് 7500 വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് വന്നത്. അതെ അതെ. അപ്പം 4,000 രൂപയുടെ സമയത്താണ് അത് 7,500 രൂപ എന്ന് പറയുമ്പോൾ വലിയ വർധനമാണ്. അപ്പോൾ പിറ്റേ ദിവസം ഒരു പത്രത്തിലും ആ വാർത്തയില്ല. ദേശാഭിമാനിയിൽ ചെറിയൊരു വാർത്ത, ആശാ വർക്കർമാരുടെ ഓണറേറിയം 7,500 വർദ്ധിപ്പിക്കാൻ മന്ത്രി ഉറപ്പ് നൽകി എന്ന വാർത്ത. അപ്പം നമ്മുടെ ആളുകൾ വിളിച്ച് ഇത്രയും വലിയ വർധന വന്നിരിക്കുന്നു, നമുക്കിനി സമരം വേണോ? കാരണം ആകെ കൺഫ്യൂഷനായി. ലഡു കൊടുക്കണം, ഓരോരോ PHSകളിലെ ആശാ വർക്കർമാർ മധുരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഉത്തരവ് വരട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഉത്തരവ് വരുമ്പം നമുക്കൊപ്പം ചേരാം, നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലല്ലോ. പക്ഷെ ഇതുവരെ ഉത്തരവ് വർഷം എത്രയേ ഇപ്പോഴും 7,000 ഉള്ളൂ. മാനദണ്ഡങ്ങളോടുകൂടി 7,000 രൂപ. അന്ന് പറഞ്ഞ 7,000 പറ്റിക്കലാണ്, സ്ഥിരം പറ്റിക്കലാണ്. ഈ CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ സമ്മർദ്ദം കാരണം നേതൃത്വം ഒരു സമരത്തിന് വന്നാൽ സമരം നടത്തി പിരിഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു ഡിമാൻഡും ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. ഒരു മാറ്റമില്ല. കാരണം ഈ ഫീൽഡിൽ പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ? ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റികളും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ എല്ലാ സംഘടനകളും വർഗരാഷ്ട്രീയത്തിന്റെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള തൊഴിലാളി സമരങ്ങളിൽ ഒന്നിക്കാറുണ്ട്. ദേശീയ തലത്തിൽ ആശാ വർക്കർ സമരത്തിലും ഇത്തരത്തിലൊരു കോർഡിനേഷൻ കമ്മിറ്റികളും നമ്മൾ കാണാറുണ്ട്. നമ്മൾ തന്നെ ഉൾപ്പെടുന്ന ഇങ്ങനെ ഒരു വലിയ സമരത്തിന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കോർഡിനേഷൻ പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മറ്റ് ട്രേഡ് യൂണിയനുകളോട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആലോചിച്ചില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. കേരളത്തിൽ CITUവിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. INTUC ഇപ്പൊ INTUC ഈ കഴിഞ്ഞ 10 വർഷം, ഇപ്പൊ 9 വർഷമാകും ഈ ഗവൺമെന്റ് വന്നത്. ഒരു സമരം നടത്താൻ എങ്ങനെയാണ്? ആശാ വർക്കർമാർക്ക് വിഷയങ്ങളില്ലേ? ഒരു സമരം നടത്താൻ എല്ലാ തൊഴിലാളികൾക്കും വിഷയങ്ങളുണ്ട്, ഒന്നും നടക്കുന്നില്ല. സാധാരണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്യാറുണ്ട്, അതുപോലും ഇല്ല. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും ഇല്ല. ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തരാമെന്നാ പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ സമരം ചെയ്യേണ്ട, നിങ്ങൾ കഷ്ടപ്പെടേണ്ട, ഞങ്ങൾ വരുമ്പോൾ തരാം. അത് എപ്പോഴാണ് ഞങ്ങൾ വരുമ്പോൾ? അപ്പൊ അതറിയില്ല, വ്യക്തതയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിലപാടില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചർച്ച ചെയ്യാനാണ്? ഒന്നും ചർച്ച ചെയ്യാനില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടന അല്ലല്ലോ, എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു സംഘടനയാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ മുഴുവൻ ആളുകൾ ഇപ്പം ഞങ്ങളുടെ ഇതിനകത്ത് INTUCയുടെയും CITUവിന്റെയും മെമ്പർമാരുണ്ട്. ഇതിനകത്ത് സമരം ചെയ്യാൻ വരുന്നുണ്ട്, ദിവസേന വരുന്നുണ്ട്. അതാണ് ഒരു പുതിയ കാഴ്ച. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നം. ഈ സമരത്തിന് പലതരത്തില് രാഷ്ട്രീയ പാർട്ടികൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമരമാണ്. എന്തൊക്കെ തരത്തിലുള്ള ടാക്ടിക്സാ അവര് തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ 43 ദിവസം? അവര് സമരം തുടങ്ങി 2ാമത്തെ ദിവസം, കാരണം ഇതൊരു രാപ്പകൽ സമരം, ആദ്യത്തെ ദിവസത്തെ പങ്കാളിത്തം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാണ്ട് 1500-ലധികം ആശാ വർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്നും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല മുഴുവൻ നമ്മുടെ സംഘടനയാണ്.
അതുകൊണ്ടാണ് ഈ 41 ദിവസം ഈ സമരം ഇങ്ങനെ പോകാൻ പറ്റിയത്. കാരണം ഇവിടെ ആയതുകൊണ്ട് മാത്രം ഇവിടെ ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം തന്നെ ആളുകൾക്ക് ഇതിന്റെ പൾസ് മനസ്സിലായി. അപ്പോൾ ഇവര് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് നടപടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഭീഷണിപ്പെടുത്തുക, വരട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി. ഒരു 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കോഴ്സ് എന്താണെന്ന് കുറച്ചുകൂടെ അതിന്റെ വീറ് ആശാവർക്കറുടെ വീറ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അവര് CI2 നേതാക്കന്മാർ വീടുകളിൽ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്താറ്. അത് നിമിഷ നേരം കൊണ്ട് തന്നെ അത് എനിക്കൊന്നും അതിനൊരു അര ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നു. കാരണം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഈ CI2 ലോക്കൽ നേതാക്കളൊന്നും നോക്കണം, കടക്ക് പുറത്തു എന്ന് തന്നെ പറഞ്ഞു. ഇത്രയും കാലം വന്നതും ചായ കുടിച്ചതും ഒക്കെ ഇരിക്കട്ടെ, പക്ഷെ എൻ്റെ മകൾ എൻ്റെ മരുമകളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങൾ കുഞ്ഞിനെ നോക്കാൻ പോലും സമയമില്ലാതെ അവിടെ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. നിങ്ങൾ എപ്പോഴാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? വരുമാനമില്ലാതിരിക്കുന്നത്, കുട്ടി ഇവിടെ വിഷം. അതുകൊണ്ട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന അനുഭവം വ്യാപകമായുണ്ട്. ഒരിടത്തല്ല, ഞങ്ങളെ അത്ഭുതപ്പെടുത്തണം. ആളുകൾ ഒരുപോലെ ചിന്തിക്കുന്നു നമുക്ക് തോന്നിക്കും, അത്ഭുതം തോന്നും. അപ്പൊ അതുകൊണ്ട് അവരവിടെ അത് കുറച്ചൊന്നും മതിയായി. പിന്നെ അത് ഇതാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളുടെ രൂപത്തിൽ വരാൻ. അപ്പൊ നേതാവ് ഒന്ന് പറയുന്നു, പിന്തുണയ്ക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കാൻ തുടങ്ങി. ഇടതുപക്ഷക്കാര് നമ്മളെ അപഹസിക്കാൻ തുടങ്ങി, ആക്ഷേപിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി സമരം പിടിച്ചാൽ കിട്ടാത്ത വണ്ണം ശക്തി പ്രാപിക്കുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു സമരം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെ പരിപാടികൾ, PHSകളിലെ പരിപാടികൾ ഇങ്ങനെ വ്യാപിപ്പിച്ചപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ, ആശാവർക്കർമാർ പോലും വിദൂരങ്ങളായ സ്ഥലങ്ങളിൽ പോലും നമ്മളെ തേടി വരുന്നൊരു സാഹചര്യം ഇവർക്ക് മനസ്സിലായപ്പോൾ ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റാതെ. അതിനെ തുടർന്ന് അതിഭീകരമായ പ്രശ്നങ്ങളാണ്. ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി പുതിയ ആളുകളെ എടുക്കാൻ. NHM ഉത്തരവിറക്കി, അതിനുവേണ്ടി തുക മാറ്റി വെച്ചു. അപ്പം കുടിശ്ശികയായിരിക്കുന്ന തുക കൊടുക്കാനില്ല, മറിച്ച് പുതിയ ആളുകളെ എടുക്കാനായിട്ട്. അതിനെ ഞങ്ങൾ പ്രതിരോധിച്ചു. നമ്മളുടെ ഫീൽഡിൽ ഇറങ്ങി പ്രചരണം നടത്തി. മാധ്യമങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതിനകത്ത് ഏറ്റവും. കാരണം രാവിലെ ഒരു വിഷയം ഉണ്ടാകുന്നു, അത് പറഞ്ഞു തീരുന്നതിന് ഉച്ചയ്ക്ക് അടുത്ത വിഷയം ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് കൂട്ടിവെച്ച് അടുത്ത ദിവസം ഒരു പ്രസ്താവന പോലുള്ള ഗ്യാപ്പില്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വഴി ജനങ്ങൾ മുഴുവൻ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വേറെ ആരും വരില്ല. കാരണം ഞങ്ങൾ പ്രഖ്യാപിച്ചു 18 വർഷം കൊണ്ട് 9 മൊഡ്യൂൾ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ആശാവർക്കർമാർ. 9 മൊഡ്യൂൾ ക്യാമ്പ് ചെയ്തുള്ള ട്രെയിനിങ് ആണ്. അത് കൂടാതെ അത് ഓരോ മൊഡ്യൂളിന് ചിലപ്പോൾ 3-4 ദിവസമാണ് ക്യാമ്പ് ചെയ്തുള്ളത്. അത് കഴിഞ്ഞ് ഓരോരോ സമയാസമയങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ, വിദഗ്ധ ആളുകൾ വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസത്തെ ക്ലാസ്സുകൾ നടത്താറുണ്ട്, വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. ഇങ്ങനെ 18 വർഷം കൊണ്ട് ഹൈലി എക്വിപ്ഡ് ആയ ആളുകളാണിത്. പിന്നെ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം വെച്ച് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്. ബഹുഭൂരിപക്ഷ ആളുകളും 10ാം ക്ലാസ് കഴിഞ്ഞവരും, പ്രീ ഡിഗ്രി കഴിഞ്ഞവരും, ഡിഗ്രി കഴിഞ്ഞവരും, PG കഴിഞ്ഞവരും വരെ ഇതിനകത്ത് ഉണ്ട്. B.Ed കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ വളരെ നന്നായി ഗ്രാസ്പ് ചെയ്യാൻ ശേഷമുള്ളത്. അതവിടെ വർക്കിലും കാണാൻ വളരെ പ്രൊഫഷണലാണ്. ഇപ്പം നമ്മൾ ഇവർ സംസാരിക്കുന്ന കണ്ടാൽ അറിയാം, അവർ വളരെ പ്രിസൈസാണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് ഉണ്ടായി വരുന്നത് മാറ്റർ ഓഫ് ഫാക്ട് ആയിരിക്കും. യെസ്, അതാണ്. കാരണം ഇവരിപ്പം എത്ര വീട്ടമ്മയെന്ന് പറഞ്ഞാലും അവർ ചെല്ലുന്ന PHSയിലെ ഡോക്ടറും സ്റ്റാഫ് നഴ്സും ബാക്കി ആളുകളെല്ലാം ഒരു മതത്തിൻ്റെയോ മറ്റൊന്നും ലിങ്കില്ലാതെ വളരെ സയന്റിഫിക്കായി അവിടെ ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ ഒരു സയന്റിഫിക് ഔട്ട്ലുക്കിനകത്തേക്ക് ചെല്ലുന്ന ഒരാൾക്കും അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. വീടുകളിൽ ചെന്ന് നമ്മൾ എത്ര പരിചയമുള്ളൊരു വീട്ടിൽ ചെന്നാലും അവിടെ ചെന്ന് വീട്ടുവിശേഷങ്ങൾ ചോദിച്ച് ഒച്ചുവർത്താനം പറയല്ല, പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വളരെ കൃത്യമായി പറയാമെന്നാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലായി. അങ്ങനെ പറയാൻ പരുവപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പം ഇവരെടുത്ത് നമുക്ക് മറ്റൊന്നും നടക്കില്ല. അതും ഒരു കാര്യമാണ്. വന്ന് ഇപ്പോൾ ഒരു രാവിലെ ന്യൂസ് വായിച്ചാൽ ഞാൻ പറയും വരികൾക്കിടയിലല്ലേ വായിക്കുന്നത്, അക്ഷരങ്ങൾക്കിടയിലാണ് വായിക്കുന്നത്. അത്ര ഷാർപ്പാണ്, അത്ര പൊളിറ്റിക്കലാണ്, അത്ര ഷാർപ്പാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തും. അത് ഇവിടെ വരുന്ന മാധ്യമ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസമൊക്കെ ചെല്ലുമ്പം പ്രമുഖ മാധ്യമ ചാനലുകൾ സാധാരണഗതിയിൽ ഞങ്ങൾ എന്നിട്ട് നേതാക്കന്മാരോട് ചോദിച്ചാൽ 2 പേര് അഭിപ്രായമാണ്. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് പറയാനറിയില്ല. ആരോട് ചോദിച്ചാലും വളരെ കൃത്യത. അത് നമ്മൾ സമരമുഖത്ത് കിട്ടുന്നൊരു പരിശീലനമുണ്ട്. എന്ത് പറയണം, എങ്ങനെ പറയണം. ഇപ്പം പല ഓൺലൈൻ ചാനലുകളും വിവാദങ്ങൾക്ക് വേണ്ടി പാഞ്ഞു വരും. അവരോട് നമ്മൾ എങ്ങനെ ഇടപെടും. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം മീറ്റിംഗ് കൂടും. ഇത് നമ്മൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ സമരത്തിന് ഒട്ടും ഡാമേജ് ഉണ്ടാക്കരുത്. കാരണം ഇത് വ്യക്തിപരമല്ല, ഇതൊരു പൊതു ആവശ്യമാണ്. മാത്രമല്ല ഈ സമരം പൊതുസമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. വളരെ അബലകളെന്നും
ശേഷിയില്ലാത്തവരെന്നും സമൂഹം ഇന്നും കൽപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന ഒരു അതിജീവന പോരാട്ടമാണ്. ഞങ്ങൾ പറയുന്നത് ഈ സമരം ഇവിടെ മാത്രമല്ല, കുടുംബത്തിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. സൈസ് ചെയ്യും തീർച്ചയായും. ഈ സമരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചോ ഇല്ലയോ, എത്ര രൂപ, അതിനേക്കാൾ ഉപരി സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം, കുടുംബങ്ങൾക്കകത്തുണ്ടാക്കുന്ന മാറ്റം വലുത് തന്നെ. അപ്പം അങ്ങനെ ഒരു തന്നേടെ ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഫീൽഡിൽ പോകുന്നത്. നമ്മൾ ചെല്ലുന്ന വീട്ടിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് മദ്യപാനിയാണോ കൊലപാതകയാണോ ഒന്നും അറിയില്ല. പക്ഷെ അവിടേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി തിരിച്ചു വരികയാണ്. ഇത് ഒരു വശം. ഞങ്ങൾ ആവശ്യപ്പെട്ടു യൂണിഫോം നിർബന്ധമാക്കണം. എല്ലാ സംസ്ഥാനങ്ങളും യൂണിഫോം ഉണ്ട്, കേരളത്തിൽ യൂണിഫോം ഇല്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. മിക്കവാറും പിങ്ക് ആണ്. ഒന്നുകിൽ പിങ്ക് സാരി അല്ലെങ്കിൽ പിങ്ക് ഓവർ. കർണാടകത്തിൽ പിങ്ക് സാരിയാണ്, ഡൽഹിയിൽ പിങ്ക് ഓവർ കോട്ടാണ്. സർക്കാർ കൊടുക്കുന്നതാണ്. അതിന്റെ അലവൻസ് കൊടുക്കും, യൂണിഫോം കൊടുക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടു യൂണിഫോം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കയറിപ്പോ കുറച്ച് സമയം അവർ കണ്ടില്ല. വഴിയിരിക്കുന്ന ആളുടെ ആശാ വർക്കറാണെന്ന് അയാളുടെ യൂണിഫോം കൊണ്ട് ഐഡന്റിഫൈ ആണ്. ഇപ്പൊ പോസ്റ്റ് വുമൺ പോയാൽ നമുക്കറിയാം, അതെ, കണ്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടു, നമുക്ക് ഓടിപ്പോവാം, കാരണം അവിടേക്ക് ഒരാൾ പോയി. ഇതൊരു സാധ്യതയില്ല. അപ്പം തിരിച്ചറിയാനൊരു യൂണിഫോം എന്ന് പറഞ്ഞാൽ അത് വളരെ അടിയന്തര ആവശ്യമാണ്, ഐഡന്റിറ്റിയും കൂടിയാണ് ആണത്. അപ്പൊ അത് ഗവൺമെന്റ് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ആരും സ്പോൺസർ ചെയ്തില്ലെങ്കിൽ ഇല്ല. അപ്പൊ 3 വർഷമായി അത് പറഞ്ഞിട്ട് ഇതുവരെ ഇല്ല, സ്പോൺസർ ചെയ്യുന്നില്ല. അപ്പൊ ഇതുപോലുള്ള നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നിസ്സാരവും തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ തൻ്റെ വർദ്ധിച്ച സ്ത്രീകളാണ് കാര്യശേഷി കൂടുതൽ. എന്തുകൊണ്ട് നമ്മൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, വർഗീയ രാഷ്ട്രീയത്തിന് നമ്മൾ എല്ലാവരുടെയും പിന്തുണ എടുക്കുമെന്ന് പറയുമ്പോൾ പോലും ഒരു BJP-ക്കാർ വരുന്ന സമയത്ത് കൃത്യമായി അവർ വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ തന്നെയാണ്. നമുക്ക് വർഗീയ രാഷ്ട്രീയത്തോട് കൃത്യമായ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളും. അപ്പൊ ഇതിനൊരു രാഷ്ട്രീയ ജാഗ്രതയുടെ കുറവുണ്ട് എന്നുള്ള ആരോപണം. സമരം നടക്കുന്ന സിറ്റുവേഷൻ വേറെയാണെന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഒരു സമരമുഖം എന്ന് പറയുന്നത് അത്തരം പിന്തുണകളെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നിട്ടും ഞാൻ ചോദിക്കാം, ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ കാണിക്കേണ്ട ഒരു ജാഗ്രത പ്ലസ് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ള പാരലായിട്ട് ഉന്നയിക്കേണ്ട ആവശ്യം, ഇത് രണ്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളത് മുന്നോട്ട് വെക്കുന്നത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ 2023 പാർലമെന്റ് മാർച്ച് ഈ തൊട്ട് ഒരു വർഷം 2 മാസം മുന്നേ ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ ഇന്ന് കാണുന്ന മുഴുവൻ MP-മാർക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർലമെന്റിൽ ഉന്നയിക്കാനായിട്ട്. എത്രയോ തവണ നമ്മളത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് പ്രാവർത്തികമാകില്ല. അതിനൊരു യോജിച്ച പ്രക്ഷോഭം തന്നെയാണ് ആവശ്യം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടു പാർലമെന്റ്. അത് നമ്മളുടെ സംഘടനാ ബലം ചെറുതായതുകൊണ്ടാണോ, ഒരു ദേശീയ തലത്തിൽ വലിയ സമരം നടത്താൻ അല്ല, ഇപ്പോ ആ ദേശീയ തലത്തിൽ നടത്താനുള്ള വലിയ സാമ്പത്തിക റിസോഴ്സ് വളരെ വലിയ ആവശ്യമാണ്. കാരണം നിസ്സാരമല്ലത്. നമ്മളൊരു ഡൽഹി വരെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ചെലവുണ്ട്. അത്രയും നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാമ്പത്തിക അവസ്ഥ ഒന്നില്ല. 2, ഇന്ന് പാർലമെന്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. നമുക്ക് രാംലീല മൈതാനിൽ പോയി ഇരിക്കാമെന്നേ ഉള്ളൂ, സമരം നടത്താൻ പറ്റില്ല. ജന്തർ മന്ദറിൽ ഇരിക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാനുള്ള സ്കോപ്പില്ല. അപ്പൊ പഴയ കാലമല്ല. അപ്പം മാത്രമല്ല 1000 പേര് കൂടുതൽ അവിടെ അസംബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 2023 നടന്ന പാർലമെന്റ് മാർച്ചിൽ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്രമാണ് പോയത്. ഞങ്ങളിവിടെ രാജ്ഭവൻ മാർച്ച് നടത്തി. അന്ന ദിവസം ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ അവിടെ പാർലമെന്റ് മാർച്ച് നടക്കുമ്പോൾ രാജ്ഭവൻ മാർച്ച് ഇവിടെ നടത്തി. ഇതാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ ഓരോ സമയത്തും ഞങ്ങൾ പറയുന്നു ഹ്രസ്വകാല ഡിമാൻഡും ദീർഘകാല ഡിമാൻഡും ഉണ്ട്. ഞങ്ങളുടെ ആവശ്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ആശാ വർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് തൊഴിലാളികളുടെ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരണം, അവർക്ക് വേണ്ടുന്ന വ്യവസ്ഥകൾ കൊണ്ടുവരണമെന്നുണ്ട്. അതാണല്ലോ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യം. തൊഴിലാളികളായി അംഗീകരിപ്പിക്കൂ ആദ്യം, അതിനുശേഷം തിരിച്ച്. പക്ഷെ ചോദിക്കേണ്ടത് അത് ആരുടെ ആവശ്യമാണെന്നുള്ള, നമ്മുടെ സംഘടനയുടെ ആവശ്യമല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അതത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. നേരത്തെ പറഞ്ഞത് സ്ഥിര സ്വഭാവത്തിൽ പണിയെടുക്കുന്നു, ഇനി ഈ പണി ചെയ്യാതെ ഈ അടിത്തട്ട് മേഖല മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇവർ ആവശ്യമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ആവശ്യമാണ്, ആശാ വർക്കർ എന്നൊരു പോസ്റ്റ്. അതുകൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തണം, അത് ആരോഗ്യവകുപ്പിലേക്ക് ആക്കണം, അത് ജീവനക്കാരാക്കി മാറ്റണം. അതല്ലേ വേണ്ടത്. അത് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നതാണ്. ആണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റും. കേന്ദ്രത്തിന്റെ എന്തെങ്കിലും അനുമതി ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. അത് സംസ്ഥാനം തീരുമാനിക്കണം. ആരോഗ്യം ഞങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. ഞങ്ങൾക്കിവിടെ ഈ ആളുകളെ ഇന്ന ആവശ്യത്തിനുണ്ട്. ഒരുപക്ഷെ ഇൻസെന്റീവ് കിട്ടില്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ.
അത് നമ്മൾ കണ്ടെത്തണം. പക്ഷെ ഇത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് ആശാ വർക്കർമാർ എന്തുകൊണ്ട് ഗ്ലോറിഫൈ പെട്ടു എന്ന് ചോദിച്ചാൽ അവർ നടത്തിയ സേവനമാണ്. അവർ ജീവൻ പണയം വെച്ച് നടത്തിയ സേവനമാണ്. യഥാർത്ഥത്തിൽ കോവിഡ് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ ആശാ വർക്കർമാരാണ്, വേറെ ആരുമല്ല. പിന്നെ വർഗീയത നമുക്ക് എങ്ങനെ ചെറുക്കാൻ പറ്റും? മതസൗഹാർദ്ദ ക്ലാസ്സുകളിലൂടെ അല്ല വർഗീയത ചെറുക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കും, നമ്മൾ ഒരു പരിപാടി വരുമ്പോൾ 3 മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിവിധ മതത്തിൽപ്പെട്ട അതിൻ്റെ മേലധികാരികളെ കൊണ്ടിരുത്തി സ്കൂൾ ടാബ്ലോയ്ക്ക് മാത്രമേ നടക്കൂ. അത് അവിടെ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ സമയം കഴിഞ്ഞു, ആ ടാബ്ലോയുടെ സമയം കഴിഞ്ഞു. ഇനി അത് നടക്കില്ല. മറിച്ച് അത് ഉണ്ടാകുന്ന ഇതുപോലുള്ള സമരവേദികൾ ഒന്നിച്ച് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന അവിടെ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും ആളുകൾ തയ്യാറാകുക, പരസ്പരം മനസ്സിലാക്കുക. നമ്മൾ ജനാധിപത്യത്തെ സ്ഥാപിക്കാനും ഊട്ടി ഉറപ്പിക്കാനും നടക്കുന്ന പരിശീലന കളരികളാണ് ജനാധിപത്യ സമര മുഖം. അത് എവിടെ നോക്കിയാൽ കാണാം. ഞങ്ങൾ വെളപ്പിൽശാല സമരം നടത്തുമ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസില്ല. പോലീസുകാർ പറയും 1 വർഷമായിട്ട് ഞങ്ങളിവിടെ കേസില്ല. കാരണം മദ്യപാനമില്ല. ആളുകൾക്ക് ജോലി കഴിഞ്ഞാൽ നേരെ സമരസ്ഥലത്തേക്ക് വരണം. അടിപിടി അക്രമമില്ല. കാരണം അയാളെ എങ്ങനെ സമരമുഖത്തേക്ക് കൊണ്ടുവരാന്നാണ് എൻ്റെ ചിന്ത. അയൽക്കാരനോട്ട് എങ്ങനെ അതിര് തർക്കം ഉണ്ടാക്കാമെന്നല്ല, അയൽക്കാരുമായിട്ട് എങ്ങനെ കൂടുതൽ ഐക്യപ്പെടാമെന്നാണ്. അത് നമ്മൾ NRC-CA മൂവ്മെൻറ്റിൻ്റെ ഷഹീൻ ബാഗുകളിൽ നമ്മൾ കാണുന്നു, നിർഭയ മൂവ്മെൻറ്റിൽ നമ്മൾ കാണുന്നു. രാജ്യത്ത് എവിടെയും നടക്കുന്ന അത്തരം മൂവ്മെൻറ്റുകളിൽ നമ്മൾ ഐക്യം പുലർന്ന് കാണുന്നു. അത് തന്നെയാണ് വേണ്ടത്. നമ്മളുടെ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, LDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ 8-9 വർഷം എന്ന് പറയുന്നത് സമരരഹിതമായിട്ടുള്ളൊരു കേരളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ നമ്മുടെ രാജ്യം സമരരഹിതമായ ഒരു തലത്തിലേക്ക് മാറ്റിയെടുത്തത്, അത് രാഷ്ട്രീയമായിട്ട് മാറ്റിയെടുത്ത് സംഘടനകൾക്ക് സമരം ചെയ്യാൻ പറ്റുന്നില്ല. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കൊണ്ട് മാത്രമല്ല, അതിനോട് ചേർന്ന് ഭരണകൂടത്തിനോട് അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർഗമായിട്ട് ഇടതുപക്ഷ സംഘടനകളും എല്ലാം മാറി എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രൂപപ്പെട്ടിട്ടുള്ളത് സമരങ്ങളുടെ പുറത്താണ്. സ്വാതന്ത്ര്യ സമരം തൊട്ട് അതിനു മുമ്പേ. ഇപ്പൊ ഈ സമരങ്ങൾ രഹിതമായ ഒരു കേരളം എത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫീൽഡിൽ ഇപ്പൊ വെളുപ്പിൽശാല പോലുള്ള ഒരു സമരത്തിലെ നിങ്ങളുടെ പങ്കെന്ന് പറയുന്നത് നേതൃത്വപരമായ നിർണായകമായ ഒരു പങ്കാണ്. ആ സമരത്തിന്റെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ സമരരഹിതമായിട്ടുള്ള ഒരു കേരളം എന്തായിരിക്കും മാറ്റിത്തീർന്നത്? വലിയ അപകടത്തിലേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ ഫാഷിസ്റ്റുകൾക്ക് കടന്നു കയറാനുള്ള വലിയൊരു ഇടവാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ BJP എന്നുള്ള നിലയ്ക്കല്ല കാണേണ്ടുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ ആളുകളും ഒരു വർഗീയ മനോഭാവമുണ്ട്. എല്ലാ ആളുകളും ഒരു മുസ്ലിം വിരുദ്ധത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ അതൊരു എതിർക്കപ്പെടേണ്ട, അകറ്റി നിർത്തേണ്ട ആളുകളാണെന്നുള്ള തോന്നല്. അത് താമസിയാതെ മറ്റു വിഭാഗങ്ങളിലേക്ക് വരും. ക്രിസ്ത്യൻ ആളുകളോടും ദളിതരോടും വന്നു തുടങ്ങി, ദളിതരോടും സ്ത്രീകളോടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് അതിന് ചെറുക്കേണ്ടുന്നത് വളരെ അടിയന്തര ആവശ്യകതയാണ്. പക്ഷെ അത് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അത് മതിയാവില്ല. വളരെ വേഗം വേര് പിടിക്കുന്ന ഒന്നാണത്. അതിന് വേര് പിടിക്കാനാണ് എല്ലാ മാർഗവും. ഭരണകൂടം പലപ്പോഴും അതിന് ഇട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് നമുക്ക് ചെറുക്കുവാൻ ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്ഷോഭവേദികളെ നമ്മൾ ബോധപൂർവ്വം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ബോധപൂർവ്വം സാംസ്കാരിക പ്രവർത്തനങ്ങൾ വേണം. ഇതൊക്കെ ഇല്ലാതാകുകയാണ്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനങ്ങൾ അന്യം നിന്ന് പോവാണ്. നമ്മുടെ ലൈബ്രറി പ്രവർത്തനം എന്ന് പറഞ്ഞത് അങ്ങേറ്റം ഇല്ലാതാകുകയാണ്. ഞങ്ങൾ ഈ സമരം നടത്തുമ്പം ലൈബ്രറി പഞ്ചായത്ത് ലെവലിലുള്ള ലൈബ്രറികളുണ്ട്, ലൈബ്രറി കൗൺസിലാണ്. അവർക്ക് കിട്ടുന്ന 4000 രൂപയാണ്. അവർ സമരത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇത് വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്കതൊന്ന് നടക്കുകയുള്ളൂ. അത് വളരെ അടിയന്തരമായൊരു ആവശ്യകതയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമരം നമുക്കറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. പിന്നെ ഒന്നുള്ളത് വയലൻസിലേക്ക് മാറാണ്ട് സൂക്ഷിക്കാനുള്ളൊരു ജാഗ്രത. ഒരു സമരം വിജയിക്കുന്നതിൽ സ്ത്രീകളുടെയും നോൺ വയലൻസിന്റെയും പങ്കെന്താണ്? നമുക്ക് പൊതുവിൽ സ്ത്രീകളെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇരുന്നുകൊണ്ടാണ് ആളുകൾ വളരെ അത്ഭുതത്തോടെ നോക്കുന്നത്. അത് ശരിയുമാണ്. കാരണം സ്ത്രീകൾക്ക് ഇതിന് കഴിയുമോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കാരണം ഒരു കാര്യം തിരിച്ചറിഞ്ഞ്, അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എത്ര മല വന്ന് നമ്മളെ മുട്ടിയാലും അത് വിട്ടുപോകും. അതിങ്ങനെ അടിയുറച്ച് നിൽക്കും. അതിന് വീട്ടിലെ ഭർത്താവുമായിട്ട് ഇനി വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നാൽ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, കാരണം അത് അവരുടെ ജീവിത അനുഭവങ്ങളാണ്. ഇത്രയും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയുള്ളത് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുള്ള സ്ത്രീകൾ അതെല്ലാം അടക്കി വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിന് കിട്ടുന്നൊരു ചാൻസ് അവരത് ഉപയോഗപ്പെടും. ഞങ്ങൾ ഈ സമരമുഖത്ത് കാണാം. എത്ര വലിയ വമ്പൻ പ്രതിസന്ധി വന്നാലും ഓഫർ വന്നാലും പോകാത്ത ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല.
അത് സ്ത്രീകളിലുള്ളൊരു സവിശേഷത. എനിക്കൊന്നും അത് ജീവിതത്തിൽ എടുക്കുന്ന ഒരു സ്ട്രഗിളിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അതാണ് ഒരു കാര്യം. സ്ത്രീകളുടെ നേതൃത്വത്തെ അവർ ഭയപ്പെടുന്നുണ്ട് ഭരണാധികാരികൾ. കാരണം ഈ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഈ മനോഭാവത്തെ അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതില്ല. ഞങ്ങൾ വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഈ നടത്തുന്ന അശ്ലീല പരാമർശം നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള സദാചാര പ്രശ്നങ്ങൾ ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ പ്രൊവോക്ഡ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എല്ലാ സമരങ്ങളെയും പൊളിക്കാനായിട്ട് ഒരു വയലൻസിന്റെ എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വയലൻസ് സ്ട്രാറ്റജി ആയിട്ട് ഭരണകൂടം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതിനെ അത് അങ്ങനെ അല്ലാതെ നിലനിർത്താൻ എന്നുള്ളത് വളരെ ശ്രമകരവുമാണ്. നോൺ വയലന്റ് ആയിട്ട് എങ്ങനെ നിലനിർത്തുന്നതായിരുന്നു? ഈ വിളപ്പിൽശാല സമരം എന്നെ സംബന്ധിച്ച് വലിയൊരു പാഠശാലയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്തുണച്ച് നമ്മളെ ഞെക്കിക്കൊല്ലുന്നതായിരുന്നു അവസ്ഥ. വെളിയിൽ നോക്കുമ്പോൾ പിന്തുണയാണ്, പക്ഷെ അകത്ത് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ്. അവരെ നമ്മൾ കൂടെ ചേർത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെടുക്കുന്ന ഡിസിഷൻസിനെ അവർ തെറ്റായി അവതരിപ്പിക്കുക, തെറ്റായി പ്രചരിപ്പിക്കുക, തെറ്റായ നടപടി എടുക്കുക, ആളുകളെ വയലന്റ് ആക്കുക തുടങ്ങിക്കുക. അപ്പോൾ അത് വലിയൊരു പാഠശാല. അത് 1 വർഷം നീണ്ടുന്ന സമരമായിരുന്നു. അത് നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം നമ്മൾ അതിജീവിച്ച് നമ്മളതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ വിളപ്പിൽശാല സമരത്തിൽ പോലീസിന് ഒരു കല്ല് പോലും പറഞ്ഞിട്ട് ഞങ്ങൾ എറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കില്ല. ആളുകൾ ഇങ്ങനെ അളച്ചു മറിഞ്ഞേക്കും. ഞങ്ങളുടെ നേതാക്കളെ മുഴുവൻ ചർച്ചയ്ക്ക് വന്ന നേതാക്കളെ മുഴുവൻ ഈ ദർബാർ ഹാളിൽ പൂട്ടിയിട്ടു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത് ചർച്ചയിൽ വന്ന് പങ്കെടുത്തിട്ട് ചർച്ചയിൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് ഇതിനകത്ത് പൂട്ടിയിട്ടു. ഞങ്ങൾക്ക് മെസ്സേജ് വരികയാണ്, പൂട്ടിയിടുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ചെറുപ്പക്കാരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ബസ്സുകളെല്ലാം തടഞ്ഞിടുകയാണ്. അപ്പം ഞാൻ അവിടെ സ്പോട്ടിലില്ല, ഞാൻ മറ്റൊരു വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ജംഗ്ഷനിൽ അവിടെ വിളപ്പിൽശാല ബസ് തടഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ അവിടെ വഴിയെ കണ്ടൊരു വണ്ടിയുടെ കൈ കാണിച്ച് നിർത്തി പുറകെ കയറി ഒന്ന് സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷനിൽ 4-5 ബസ്സുകൾ തടഞ്ഞിട്ടിരിക്കുക. അടിച്ചു പൊട്ടിക്കാൻ ഭാഗത്ത് നിൽക്കുക ആളുകൾ. ഞാൻ പറഞ്ഞു, ഈ ബസ്സോ ഈ ബസ്സിലെ യാത്രക്കാരും അല്ല നമ്മുടെ ശത്രുക്കൾ. ഗവൺമെന്റിന്റെ പോളിസിയാണ്. നമ്മൾ ഇത് തടയുന്നത് കൊണ്ട് ഇവരും കൂടെ നമ്മുടെ ശത്രുക്കളാവും. നമ്മൾ ശത്രുക്കളുടെ എണ്ണം കൂട്ടരുത്. ഇവർ സമരത്തോട് അനുഭവമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞൊരു 1 മണിക്കൂർ നേരം ആളുകളുടെ തലങ്ങും വിലങ്ങും കയ്യും കാലും പിടിച്ച് തിളച്ചു മറിഞ്ഞ് വടിയുമായിട്ടേക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമുക്കവിടെ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, അത് ഒഴിവാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്കൊരു അനുഭവമാണ്. കാരണം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിനാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അതിന് വേണ്ട ചില കരുതലെടുക്കും. അപ്പോൾ ഇവിടെ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ എന്നെയാണ് ആക്ഷേപിച്ചു തുടങ്ങിയത്. വ്യക്തിപരമായി എന്നെയാണ് ടാർഗറ്റ് ചെയ്തത്. ഞാനത് എടുത്തില്ല. കാരണം എന്നെ ടാർഗറ്റ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. എന്നെ പ്രൊവോക്ക് ചെയ്യുക, ഞാൻ സംസാരിക്കുക, ഇവിടെയുള്ള ആളുകൾ അതിനനുസരിച്ച് പ്രൊവോക്ഡ് ആവുക, എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ വീഴാതിരിക്കുക, അതാണ് മാർഗം. അപ്പോൾ പലരും വന്ന് ചോദിച്ചു, ചേച്ചി എന്താണ് അങ്ങനെ പറയാത്തത്, ഞങ്ങൾക്ക് വിഷമമുണ്ട്, ചേച്ചിയെ പറയുന്നത് ഞങ്ങൾ കേട്ടിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അവർ പറയട്ടെ. അവർ ഏതറ്റം വരെ പറയും. നമ്മൾ തിരിച്ചു പറയാതിരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകൾ ചോദിക്കും, എന്ത് ചുണ്ട് ചോദിച്ചു. നമുക്ക് അവരോട് ചോദിക്കുന്നതിനേക്കാൾ ഷാർപ്പായി ചോദിക്കാൻ അവരൊപ്പമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞയാളിൻ്റെ ഭാര്യ, മക്കളൊക്കെ ചോദിക്കും. അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞ് ഇത് സമാനമായ രീതി ഇവിടെ പല സന്ദർഭങ്ങളിലും ആളുകൾക്ക് ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ വിളിച്ചത്, നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, നമ്മളെ പിന്തുണയ്ക്കുന്നവരാ, നിങ്ങൾ 5 ദിവസമായില്ലേ 10 ദിവസമായില്ലേ, നിങ്ങളിങ്ങനെ ശരിയാവില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇതാണോ, നിങ്ങൾ ബാരിക്കേഡ് കാരണം തകർക്കണം, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര സമരം ബാരിക്കേഡ് കയറി തകർത്തിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്? ഒരെണ്ണം പറയാം. അപ്പോൾ ആർക്കും അനുഭവം കയറില്ല. അപ്പോഴേക്ക് പോലീസ് കേസ് വരും. പോലീസ് കേസെടുക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ടാവില്ല, സമരം തോന്നുന്നു. സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണ് നടക്കുന്നു? ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അത് പറഞ്ഞ് ബോധ്യപ്പെടും. ഇപ്പം അവർക്ക് തന്നെ അറിയാം. ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു കാര്യം മിണ്ടരുത്, നമ്മൾ സമാധാനപരമായിരുന്നു നമ്മൾ വാങ്ങും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കും. നമ്മുടെ അഭിപ്രായങ്ങൾ കൃത്യതയായിരിക്കും, വ്യക്തതയുള്ളതായിരിക്കും. അത് വാങ്ങിയിട്ടേ പോളൂ. ഈ തിരിച്ചു വാങ്ങിയിട്ടേ ഞങ്ങൾ വീട്ടിൽ കയറുന്നുള്ള മുദ്രാവാക്യം, അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കാരണം അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഈ അടിമക്കാലം ഞങ്ങൾ അവസാനിക്കും. ഇനി PHSകളിൽ പോകുമ്പോൾ ഞങ്ങൾ കോളർ ഉയർത്തി നിൽക്കും. ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല പല PHSകളിൽ ക്രിസ്മസ് ഓണ സെലിബ്രേഷനൊക്കെ കൂട്ടാറില്ല. നമുക്ക് ഭയങ്കര വേദന തോന്നും. ശരി. ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും എല്ലാവരും കൂടെ ചേർന്ന് ആണോഘോഷം നടത്തുമ്പോൾ ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തും. പല സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തില്ല. അതുണ്ടാക്കുന്ന മാനസികം ഞങ്ങൾ സമാന്തരമായി വേറെ അന്ന് ആലോചിച്ചു. ഒരു ആശാ വർക്കറല്ലേ, വളരെ വല്ലപ്പോഴും വന്ന് അവരിതിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ചിട്ടില്ല. അത് മാറി വരികയാണ് നമ്മളുടെ ഞാൻ പറയുന്ന ഗുണപരമായ മാറ്റങ്ങളാണ്.
നമ്മൾ സംഘടനാ പ്രവർത്തനം ഈ PHSC വിളിച്ച് ഞങ്ങൾ മീറ്റിംഗ് കൂടും. അപ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, ഒരു യൂണിയൻ ഉണ്ട്. ഈ ബോധം അവരിലും കണ്ടു നിൽക്കുന്നവരിലും ഉണ്ടാക്കും. അത് ഇവരെ റെസ്പെക്ട് ചെയ്യാൻ ഒന്ന് അംഗീകരിക്കാൻ കൂടുതലായിട്ടുണ്ട്. അപ്പം യൂണിയൻ തുടങ്ങുന്നതിന് മുമ്പുള്ള യൂണിയൻ അല്ല ഇപ്പോൾ. അംഗങ്ങൾ മാറി, നമ്മൾ മാറി, എല്ലാവരും മാറുകയാണ്. അത് വളരെ ഒരു പുരോഗതിയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് തന്നെയാണ്. ഏതൊരു സമരമാണെങ്കിലും സമരം ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടന്നുകൊള്ളണമെന്നില്ല, നടക്കാൻ പറ്റില്ല. നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം. അത് നമ്മൾ ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവർക്കും അറിയാം, ഡിമാൻഡ് വെക്കുന്ന നമുക്കും അറിയാം. നമ്മൾ വെക്കുന്ന ഡിമാൻഡുകൾ മുഴുവനും സാധ്യമാക്കണമെന്നില്ല. എന്റെ ഇടയിൽ ഒരു മിഡിൽ പോയിന്റിലായിരിക്കും ഒരു കോംപ്രമൈസിന്റെ ഒരു സംഗതി. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തെളിഞ്ഞിട്ടില്ല ഇതുവരെ. സർക്കാരും ആ രീതിയിൽ നമുക്കൊന്ന് ഇരുന്ന് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് വരാം എന്ന് പറയുന്നില്ല. ആ ഒരു വിളിയില്ലാത്തത് കൊണ്ട് തന്നെ ചർച്ചയ്ക്കുള്ള ഒരു സ്പേസ് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം രൂപപ്പെടുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവും? നമ്മൾ ഇപ്പൊ 21,000 രൂപ എന്ന് പറയുന്നത് ഒരുപക്ഷെ അംഗീകരിക്കപ്പെടണമെന്നില്ല. അംഗീകരിക്കപ്പെട്ടാലും സർക്കാരിന് നഷ്ടമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ അത് സാധിച്ചോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാം എന്നാണ്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മുടെ സമവായ ശ്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങൾ സമവായ ശ്രമത്തിലെല്ലാം തയ്യാറാണ്. തുടക്കം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് 21,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ഒരു പോയിന്റിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ രണ്ടാമത് നടന്ന ചർച്ചയിൽ മന്ത്രി ഇതൊഴിച്ച് ഓണറേറിയത്തിൻ്റെയും വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ ഒഴിച്ച് മറ്റ് ചില സൈഡ് ഇഷ്യൂസിൽ കുറേ മണിക്കൂർ ചർച്ച ചെയ്തു. എന്നിട്ട് പിരിഞ്ഞു പോകണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ തവണ, ആദ്യ തവണയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു, രണ്ടാമത്തെ തവണ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് അപ്പം പിന്നെ ചർച്ചയില്ലല്ലോ. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇത് തന്നെയല്ലേ ആദ്യത്തെ 5-ാമത്തെ ദിവസം നടത്തിയത്? 25 ദിവസം കഴിയുമ്പോൾ ഇത് തന്നെയല്ലേ നടത്തുന്നത്? എന്ത് പുരോഗതിയാണ് ഈ ചർച്ചയ്ക്കുണ്ടായത്? അപ്പം പുരോഗതിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്ത് പുരോഗതി? ഒരു പുരോഗതിയില്ല. അപ്പോൾ എഴുന്നേക്കാൻ നേരത്ത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് റോസമ്മ ചേച്ചി, ആശാ വർക്കറാണ്, സീനിയറായ ആളാണ്. റോസമ്മ ചേച്ചി ചോദിച്ചു, സർക്കാർ എന്ത് തരും? ചോദിച്ചു. അപ്പം മന്ത്രി ചോദിക്കുന്നത് ലേലം വിളിയാണോ? മന്ത്രിക്ക് അറിയില്ല. മന്ത്രിക്ക് തൊഴിൽ സമരങ്ങളെക്കുറിച്ചോ മന്ത്രിക്ക് ആ തൊഴിൽ സമരങ്ങളുടെ സെറ്റിൽമെൻറ്റിനെ കുറിച്ചോ അറിയില്ല എന്ന് ഞങ്ങൾക്ക് അവിടെ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്യണം. ഇവിടെ തൊഴിൽ വകുപ്പില്ലേ, ഇവിടെ ഒരു ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, അവരെന്ത് ചെയ്യാണ്? ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 7,000 രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം, കാരണം നിങ്ങളുടെ 1 രൂപ കുറയരുത് എന്ന് പറയണ്ടേ അവർ? അതോടൊപ്പം വർദ്ധിപ്പിക്കാമെങ്കിൽ എത്ര വർദ്ധിപ്പിക്കാം? നിങ്ങൾ 15,000 അല്ലെങ്കിൽ 12,000 അല്ലെങ്കിൽ 17,000 ഒരു തുക പറയണ്ടേ? എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് അവിടെ നിന്ന് അല്പം കൂടെ വേണമെന്നോ ഇത് മതിയെന്നോ പറയാനുള്ളൂ. അതെ, അത് പറയുന്നില്ലല്ലോ. ഇവരാരും പറയുന്നില്ല. മന്ത്രിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല എന്ന് ഞങ്ങൾക്ക് 2 ചർച്ചയിലും ബോധ്യപ്പെട്ടു. കാരണം അത് തൊഴിൽ വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ച് വരണ്ടേ? ഇത് ധനകാര്യ വകുപ്പും തൊഴിൽ വകുപ്പുമായിട്ട് ആലോചിച്ച് എങ്ങനെയാണ് ഇത്തരം തൊഴിൽ സമരങ്ങൾ, എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോൾ തൊഴിൽ സംബന്ധിച്ചാൽ ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മറ്റൊരു മേഖലയിലാണെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് റോളില്ല ഇതിനകത്ത്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വരണ്ടേ? അല്ലാതെ നിങ്ങൾ ഉന്നയിക്കാൻ തരില്ല, നിങ്ങൾക്ക് പിടിവാശിയാണ്, ശാഠ്യമാണെന്ന് പറഞ്ഞാൽ ഒരു സംഘടന ഡിമാൻഡ് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. തൊഴിലുടമയോ ഗവൺമെന്റോ ആണ് എത്ര കൊടുക്കാൻ പറ്റും പറഞ്ഞത്. അവിടെയാണ് പിന്നെ കോംപ്രമൈസ് വേണോ വേണ്ടത്. ചർച്ചയുടെ പ്രസക്തി പോലും അവിടെയാണ്. അതില്ല, അങ്ങനെ ഒരു ആലോചനയില്ല. അതാണ് ഇവിടെ ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. അതവർക്ക് അറിയില്ല. അറിയില്ലെങ്കിൽ അത് അന്വേഷിക്കണ്ടേ? ആദ്യത്തെ ചർച്ചയിൽ ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആലോചിച്ചിട്ട് വരണം. ഞങ്ങളും പറഞ്ഞത് ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ട് വരണം. അതില്ല. പകരം നിങ്ങളുടെ പിടിവാശി ഉപേക്ഷിക്കണം, നിങ്ങളുടെ ശാഠ്യ ഉപേക്ഷിക്കണം. അപ്പോൾ മന്ത്രി വിചാരിച്ചിരിക്കുന്നത് 21,000 രൂപ തന്നാലേ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചില വ്യവസ്ഥകൾ ഉണ്ടാക്കണ്ടേ? ശരി, നിങ്ങൾക്ക് ഇത്ര തരാം, ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര കൂട്ടാം, ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര. അപ്പോൾ ബംഗാളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും അവർക്ക് 1,000 രൂപ കൂടും. അതൊരു വ്യവസ്ഥയാണ്. അതെ, ഒരു നല്ല വ്യവസ്ഥയാണ്. നല്ല വ്യവസ്ഥയാണ്. അവർക്കൊരു 1,000 രൂപ കൊടുത്തിട്ട് പറയുന്നു നിങ്ങൾ എല്ലാ വർഷവും പൂജാ സമയത്ത്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ് പൂജ, ഏത് ഗവൺമെന്റ് വന്നാലും 1,000 രൂപ കൂട്ടാൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി. നല്ല വ്യവസ്ഥയാണ്. അത് ചെയ്തുകൂടെ? അതൊരു പ്രതീക്ഷയും കൂടിയാണ്. പിന്നെ അതിന് ഏത് ഗവൺമെന്റ് വരുന്നുള്ള ആശാ വർക്കറുടെ വിഷയമല്ലത്. ആര് വന്നാലും കൊടുക്കാനൊരു വ്യവസ്ഥ ഉണ്ടാക്കി. അത് ചെയ്തുകൂടെ? അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്തതിനെന്താ? അപ്പൊ അതൊന്നും അറിയില്ല. ഞങ്ങൾ അതുകൊണ്ട് കയ്യിലുള്ള ഉത്തരവുകളും കാര്യങ്ങളും എല്ലാം നിരന്തരം കാണിച്ചുകൊണ്ട് പറയുന്നു, മാഡം ഇങ്ങനെയൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. അതൊന്നും അവർക്ക് കേൾക്കണ്ട. നമ്മൾ എന്ത് ഉത്തരവ് കാണിക്കൂ അത് കാണണ്ട, എന്ത് ഉത്തരവില്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു പ്രത്യേക രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു നേതാവ് എന്ന് പറയുന്നത്
അനുഭാവപൂർവ്വം പരിഗണിക്കുക, ഒരു കോംറേഡറി സൃഷ്ടിക്കുക എന്നുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഒരു സമരത്തോട് ഏതെങ്കിലും തലത്തിൽ സർക്കാരിന് അത്തരത്തിലുള്ള ഒരു കോംറേഡറി ഉണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒട്ടുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മന്ത്രി വരണ്ട, മന്ത്രിയുടെ ആളുകൾ വരാമല്ലോ, മന്ത്രിയുടെ ഒപ്പമുള്ള ആളുകൾ, പാർട്ടിയുടെ ആളുകളോ മറ്റാളുകളോ വന്നിട്ട് നിങ്ങൾ എന്താണ് അവസ്ഥ. ഞാൻ പറയുന്നത് അവർ ഇനിയും വരണം, ഇനിയാണെങ്കിലും വരണം. ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും വന്നുപോയി, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും ഈ പന്തൽ സന്ദർശിച്ച് നേരിട്ടോ അല്ലാതെയോ അനുഭാവപൂർവ്വം ഒക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്താ വരാത്തത്? വരണ്ടേ? നിങ്ങളുടെ ഡിമാൻഡ് തെറ്റാണ്, ആയിക്കോട്ടെ, പക്ഷെ വരണ്ടേ? ഈ പൊരിവെയിലത്തിരിക്കുന്ന വരണ്ടേ? പെരുമഴയത്തിരിക്കുന്ന വരണ്ടേ? ഇവിടെ നിരാഹാരം കിടക്കുന്ന വരണ്ടേ? ഇവിടെ വനിതാ സംഘടനക്കാർ വരണ്ടേ? എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ പറയും ഇനിയാണെങ്കിൽ ഞങ്ങളുണ്ട്, ഒരാളും കൂക്കി വിളിക്കില്ല. സാക്ഷാൽ വീണ ജോർജ് മന്ത്രി ഇവിടെ വന്നാൽ പോലും ഒരാൾ കൂക്കി വിളിക്കില്ല. ഞങ്ങൾ കൈയടിയോടുകൂടിയേ സ്വീകരിക്കുള്ളൂ. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്തിനാണ്? വരട്ടെ, വരുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വന്ന് 5 ആശാവർക്കന്മാരോട് ചോദിക്കും, അവരുടെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ NHM ഡയറക്ടർ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ഇരുന്ന് കൂടെ വന്ന് ആശ പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വീണ ജോർജ് പറയാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെന്ത് വേണം എന്ന് വെച്ചപ്പോൾ അത് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ആഴ്ച 2 ഡയാലിസിസ് നടത്തുന്ന ആളാണ്, ഒരിടത്തും ഒന്നുമില്ല. ഞാൻ ഈ ഒരു വരുമാനം കൊണ്ട്, അത് എപ്പോഴെങ്കിലും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ ഭർത്താവ്, എങ്ങനെ ചെയ്യാം? അതവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു. അപ്പം അടുത്ത ആശ പറയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഭർത്താവില്ല, എല്ലാവരും പോകും, ഞാൻ ഒറ്റയ്ക്ക്. ഇത് ഓരോ ആശ, ഇത് വന്നിരിക്കുന്ന നേതാക്കളുടെ പ്രശ്നമായി പറഞ്ഞത്, ആശാമാരുടെ നേതാക്കളാണ് ഈ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഓരോരു ചോദിച്ചാലും ജീവിത പ്രയാസങ്ങളാണ് പുറത്തുകൊള്ളണം. അപ്പം അങ്ങനെ വരണം, അത് അന്വേഷിക്കണം. ഈ കേരളത്തിലെ ആളുകളല്ലേ, ഈ നികുതി കൊടുക്കുന്ന ആളുകളല്ലേ, ഈ പന്തലിലിരിക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട എനിക്കൊന്നൊരു 60% ആളുകൾ ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ്. അവരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ നേതൃത്വം. മറ്റുള്ള ആളുകളുടെ നേതാക്കൾ വരികയാണ്, അവരാഗ്രഹിക്കുകയാണ്. മറ്റുള്ള ആളുകൾ വന്നിട്ട് അവരുടെ നേതാക്കളെ ഇങ്ങനെ ഇത്രയും വിമർശിക്കുമ്പോൾ അവരുള്ളിൽ ഭയങ്കരമായ വിഷമം അനുഭവിക്കുകയാണ്. അതൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഭരണം, തൊഴിലാളികളെ കാണണം, പണിയെടുക്കുന്നവരെ കാണണം, പ്രയോറിറ്റി അതായിരിക്കണം നമ്മുടെ മുഖത്തുണ്ടാകും, നമ്മുടെ ശരീരഭാഷയ്ക്കുണ്ടാകും. അതില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനം പഠിപ്പിക്കും തന്നെയാണ്. ഈ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്ന ആവശ്യം, അത് ആശാവർക്കർമാർ മാത്രം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കേണ്ടതാണോ, മറിച്ച് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കേണ്ടതാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഉന്നയിക്കേണ്ടുന്ന കാരണം ഈ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിന്ന് പണം ലഭിക്കുക എന്ന് പറയുന്നതിനകത്ത് അടിയന്തര ആവശ്യമുണ്ട്. അതിപ്പോൾ രാജ്യത്ത് അംഗൻവാടി, ആശാ വർക്കർ, മിഡ് ഡേ മീൽ തുടങ്ങിയിട്ടുള്ള ഇത്തരം സ്കീമുകളിൽ പെടുന്ന മുഴുവൻ ആളുകളും ഇന്ന് അതത് സംസ്ഥാനങ്ങളിലെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, നമുക്ക് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടൊക്കെ വന്നിരിക്കുന്ന ചില ഷിഫ്റ്റൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുക എന്ന് പറയുന്നത്, അത് ഉറപ്പാക്കുക എന്ന് പറയുന്നത്, എന്ത് പോളിസിയുടെ പുറത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ ആളുകളെ കൊണ്ട് അവൻ പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കൂലിയും കൂടെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് മുഴുവൻ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കിട്ടാവുന്ന പരമാവധി ആവശ്യകത വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുകയും അത് വാങ്ങിയെടുക്കണം. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിനെ കണ്ടാൽ അത് ചോദിക്കും. നമ്മളോട് പറയുന്നു, നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യണം, നിങ്ങളുടെ സമരമുഖം മാറ്റണം, നിങ്ങൾ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാറ്റണം. മുഖ്യമന്ത്രി പോയി ചോദിച്ചില്ല, ആരോഗ്യമന്ത്രി പോയി കണ്ടില്ല, ഓക്കെ. KV തോമസ് സാറ് കഴിഞ്ഞ ദിവസം പോയി ചോദിക്കില്ല എന്ന് പറഞ്ഞു. അതെ, മാധ്യമങ്ങളുടെ മാത്രം പിന്തുണ നടക്കുന്ന ഒരു സമരമാണെന്ന് പറഞ്ഞു. അങ്ങനെ മാധ്യമങ്ങൾ വിചാരിച്ചൊരു സമരം വരും. ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് വരുന്ന സമരം, ഇത് കുത്തി ഇളക്കി എന്നൊക്കെ പറയുന്ന പോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സ്ത്രീകളെക്കുറിച്ച് ഒരു വല്ലാത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണയും കൂടെ തിരുത്തുന്നതാണ് ഈ സമരം. അപ്പൊ ഇത് ഒരുപാട് പൊളിച്ചെഴുത്തലുകൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമരം. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയതല്ല, പക്ഷെ അത് മുന്നോട്ട് പോകും തോറും കൂടുതൽ ആയി മാറുക. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന അനുഭവം ഞാൻ പറയും. രാവിലെ 6 മണി മുതൽ ഇവിടെ ആളുകൾ വരും, നടന്നു പോകുന്ന ആളുകൾ, ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ പോകുന്ന ആളുകൾ. അവർ വന്ന് നിർത്തിയിട്ട് ഞങ്ങളോട് പറയണം, നിങ്ങളിതും ചെയ്യും. കാരണം പണിയെടുക്കുന്ന ആളുകൾ, കൂലി കിട്ടാത്ത ആളുകൾ, ഈ കൂലി കിട്ടാത്ത ആളുകളാണ് ഞങ്ങളെ നോക്കിയത് എന്ന തിരിച്ചറിവ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മളിങ്ങനെ ഈ മാധ്യമങ്ങളോട് പറയുകയാണ്, കോവിഡ് കാലത്ത് പോലും വരുമാനമില്ലായിരുന്നു പറയുമ്പം അത് കേട്ടിട്ട് എത്ര ആളുകളാണെന്ന് പറയും വിളിച്ചത്. അവർ പറയും, ഞാൻ രാവിലെ വീട്ടിൽ ഇരിക്കുമ്പം ചൂടുണ്ടോ, ഉച്ചയാകുമ്പം പനിയുണ്ടോ, സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്.
കാരണം ഫോൺ വിളിച്ചാൽ ഫോണിൽ കൂടെ കോവിഡ് പകരുമോ എന്ന് സംശയിച്ചിരുന്ന കാലമാണ് കോവിഡ് കാലം. ഒരു അതിശയോക്തിയില്ല. നമ്മൾ എത്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും അയ്യോ അവരെ വിളിച്ചോ, കോവിഡ് അല്ലേ, ഫോണിൽ കൂടെ കോവിഡ് വരുമെന്ന് അങ്ങനെ പോലും നമ്മൾ അത് ഭയം കൊണ്ടാണ് തോന്നുന്നത്, യുക്തിയില്ലാതിരിക്കുന്നത്. ആ കാലത്ത് പോലും എന്നെ വിളിച്ചത് 3 നേരം വിളിച്ചത്, ഭക്ഷണം കഴിച്ചോ സാർ, സാരമില്ല 2 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് നോക്കും എന്ന്, സാർ പാട്ട് കേൾക്കൂ, സാർ സിനിമ കാണൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ആളുകളാണ് ആശാവർക്കർ. അതുകൊണ്ട് അവരെ മലയാളി മറക്കും. ഇവിടെ ഹൃദയത്തിൽ തൊട്ട ആളുകളാണ് ആശാവർക്കർ. തിരിച്ചാ ഹൃദയം തൊടുന്നൊരു അനുഭവം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കാണുക. അത് ഞങ്ങളുടെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ തൊഴിലാളി വർഗം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കുക, എന്താ പറയുക, സന്നദ്ധ പ്രവർത്തകരാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ആശാ വർക്കർ എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിനകത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? അതായത് ജാതീയമായിട്ടുള്ള അതിന്റെ അടിസ്ഥാന വർഗം തന്നെയാണ് ഇതിനകത്ത് കൂടുതലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടും കൂടിയാണോ ഈ ഒരു അവഗണനയുടെ ഒരു കാരണം? തീർച്ചയായിട്ടും അവര് എന്താണ് ജാതീയമായൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, അതിന്റെ സമവാക്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ ദരിദ്രരായ ജനവിഭാഗത്തിനാണ് എന്ന് പറഞ്ഞൊരു 90% വളരെ താഴേക്കിടയിലുള്ള ആളുകൾ തന്നെയാണ്. ഒരു ചെറിയ ശതമാനം ആളുകളുണ്ട് അത്യാവശ്യം ജീവിച്ചു പോകാം, ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം, ആ നിലവാരത്തിലുള്ള ആളുകൾ. നിരാഹാര സമരം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പം 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. മുന്നിലേക്ക് കാണുന്ന ഒരു പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷയാണോ? ഒരു ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം രൂപപ്പെട്ടു വരുമോ? എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ ചർച്ചയ്ക്ക് എല്ലാ നിമിഷവും ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഏത് നിമിഷവും ഒരു ചർച്ച പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഗവൺമെൻറ്റിന്. എല്ലാ മനുഷ്യരും ഇത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമരം എപ്പോൾ വിജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വിജയിക്കുമോ ഇല്ലയോ എന്നതും ഇരിക്കുന്നത്, വിജയിക്കുന്നതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒന്ന് ശരിയായ ഡിമാൻഡ്, 2 ശരിയായ നേതൃത്വം, ഒന്ന് വിലക്കെടുക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ചും ഇതുപോലുള്ള തൊഴിൽ സമരങ്ങളിൽ വിലക്കെടുക്കാൻ പറ്റാത്തൊരു നേതൃത്വം എന്നുള്ള കാര്യം ആദ്യം അണികൾ ഉറപ്പാക്കണം, അംഗങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ്. 3 പൊതുസമൂഹം ആ ഡിമാൻഡിനെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് 3 പരിപക്വമായി കഴിഞ്ഞു. കാരണം 5ാം ദിവസം ചർച്ച നടക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ വേറൊരു യൂണിയൻ ആയിരുന്നെങ്കിൽ ഇതെല്ലാം നേടിയെന്ന് പറഞ്ഞ് പോകാനുള്ള നേതൃത്വം നമ്മുടെ അപ്പുറത്തുണ്ട്. ഞാൻ നേരത്തെ 1.5 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം സർക്കാർ പറഞ്ഞു, ഉറപ്പ് നൽകി എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാ ചർച്ചകളും സമരങ്ങളും അവസാനിക്കുന്നത്. അങ്ങനെ 5ാം ദിവസം തന്നെ പോകാൻ പറ്റും. കാരണം ചർച്ചയ്ക്ക് വിളിച്ചു പോകാൻ പറ്റും. പക്ഷെ അത് പോകുന്നില്ല, ഡിമാൻഡ് നേടാതെ പോകും. 40 ദിവസം വിളിക്കുമ്പോഴും ഡിമാൻഡ് നേടാതെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നേതൃത്വത്തെ വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് അധികാരികൾ പറഞ്ഞു. ഡിമാൻഡിനെ സംബന്ധിച്ച് ആശാ വർക്കർമാർക്ക് 100% വ്യക്തതയുണ്ട്, ഒരു കൺഫ്യൂഷനില്ല. രാഷ്ട്രീയ കേന്ദ്രങ്ങളും അധികാര കേന്ദ്രങ്ങളും കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു അവ്യക്തതയില്ല. അതാണ് അത് സംബന്ധിച്ച് 3 പൊതുസമൂഹം ഇത് അംഗീകരിച്ച് ഉൾക്കൊണ്ടുവരും. അപ്പോൾ 3 പരിപക്വമായി. ഇനി വിജയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര വരെ പോകാം അതൊക്കെ ചർച്ചാ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ആ ടേബിളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അത് പുറത്തേക്കില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ, അങ്ങനെ ഒരു ഒരു ഡിസ്കഷനിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും നേതൃത്വം അംഗീകരിച്ച് വരികയല്ല, അത് സമരസമിതിയുമായിട്ട് ആലോചിച്ച് മാത്രമേ അംഗീകരിക്കുള്ളൂ. ഞങ്ങൾ ഒരു കാര്യം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി അങ്ങനെ ഒരു ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പ് കൊണ്ട് തിരിച്ചു പോകില്ല. ഉറപ്പ് ഉത്തരവാക്കിട്ടെ. കാരണം ഉറപ്പിനെ ഉത്തരവാക്കാൻ 1 മാസം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 1 മാസം, അതാണ് തീരുമാനം. കാരണം ഈ സമരം വിജയിക്കും. ഇത് കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമരമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ഇനി വരുന്ന സമരങ്ങൾക്കും ഇത് അപകടമാണ്. കാരണം 50 ദിവസം ഇരുന്നു, 45 ദിവസം ഇരുന്നിട്ട് അവരൊന്നും നേടാതെ പോയി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു പിന്നോട്ടടി വളരെ വലുതാണ്. അത് ഞങ്ങളായിട്ട് അതിന് ഒരു കാരണമാകരുത് എന്നൊരു ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ആളും ആകുന്നത് വരെയും ഞങ്ങൾ സമരവുമായി രംഗത്ത്. എത്ര ആളുകൾ അവർ ഒഴിച്ചു കൊണ്ടുപോയി, അവരെ ജോലി തടസ്സപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അവശേഷിക്കുമെങ്കിൽ ഈ സമരം തുടരും. അപ്പോൾ അതുപോലെ തന്നെ ഈ സമരം അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താ പറയുക വിജയിച്ച് ഒരു സമരമായിട്ട് സമരചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ സന്തോഷം.